ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ്സിന് രണ്ട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഒന്ന്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച കരിക്കുലം ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന പേപ്പറിന്റെ ഒരു ലാസ്റ്റ് ഭാഗം, അതിലെ യൂണിറ്റ് 3 ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്നതിന്റെ ഏറ്റവും അവസാന ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് PPT കാണുന്നുണ്ടോ? ഓക്കെ. അതില് നമ്മൾ കുറെ കരിക്കുലം, സ്പൈറൽ കരിക്കുലം, അതുപോലെ തന്നെ പിന്നെ CLIL കരിക്കുലം, അതിന്റെ പ്ലാനിങ്, അതുപോലെ തന്നെ അതിലുള്ള ലാംഗ്വേജ്, ടീച്ചിങ് മെത്തഡോളജി, ടൈപ്സ് ഓഫ് CLIL, അതിൽ സോഫ്റ്റ് CLIL, ഹാർഡ് CLIL, മോഡുലാർ CLIL, ഇങ്ങനെ കുറെ ടൈപ്സ് ഓഫ് കരിക്കുലം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലേണിംഗ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് CLIL, then disadvantages of CLIL അപ്രോച്ച്. അവിടുന്ന് പിന്നീട് നേരെ നാഷണൽ കരിക്കുലം ഫ്രെയിം NCF കടന്നു. 2005 അവരുടെ ബേസിക് പ്രിൻസിപ്പിൾസ്, കീ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, മേജർ റെക്കമെൻഡേഷൻസ്, ഇതെല്ലാം കഴിഞ്ഞ് കരിക്കുലം ഏരിയാസ്, സ്റ്റേജസ് ഓഫ് സ്കൂളിങ്, അവിടെ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകളും എന്തിനാണ്, ഓരോ നമ്മൾ കരിക്കുലത്തിലുള്ള സിലബസുകൾ, സയൻസ് എന്തിനു പഠിക്കണം, ആർട്ട് എന്തിനു പഠിക്കണം, കമ്പ്യൂട്ടർ, ലാംഗ്വേജ്, ഇതൊക്കെ എന്തിനു പഠിക്കണം എന്നുള്ളൊരു ഇംപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചു. ദെൻ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ടൈമറ്റ് എന്നുള്ള ടോപ്പിക്. ദെൻ സിസ്റ്റമാറ്റിക് റിഫോം, ലാംഗ്വേജ് എഡ്യൂക്കേഷനെ കുറിച്ച് NCF എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ, ലാംഗ്വേജ് ഇവാലുവേഷനെ കുറിച്ചുള്ള കുറച്ച് പ്രോസസ്സുകൾ. ദെൻ റെക്കഗ്നിഷൻ ഓഫ് മദർ ടങ്, മദർ ടങ്ങിനെ കുറിച്ചിട്ട് NCF വന്ന കാര്യങ്ങൾ, അതിൽ മദർ ടങ്ങിന് കൊടുത്ത ഇമ്പോർട്ടൻസ്, മദർ ടങ്ങിന്റെ എഡ്യൂക്കേഷനിൽ നമ്മൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാകും, അഥവാ നമ്മൾ മദർ ടങ്ങിനെ പ്രൊമോട്ട് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ്. ദെൻ ഇതായിരുന്നു അതിന്റെ ലാസ്റ്റ് സ്ലൈഡ്, റെക്കഗ്നിഷൻ ഓഫ് മദർ ടങ് ഇൻ NCF 2005. ഇവിടെ പ്രധാനപ്പെട്ട 2-3 പോയിന്റ് മാത്രം പറയുന്നുള്ളൂ. ഫ്രം ക്ലാസ് 3 ഓൺവേർഡ്സ്, ഒരു 3ാം ക്ലാസ് മുതൽ ഓറസി ആൻഡ് ലിറ്ററസി വിൽ ബി എ ടൂൾ. കുട്ടികൾക്ക് നമുക്കൊരു ഓറൽ ഇൻപുട്ട് ആൻഡ് ലിറ്റററി ഇൻപുട്ടുകൾ, എഴുത്തും വായനയും ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ക്ലാസ് ആയിട്ട് 3ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്കാണ് അവർ പരിഗണിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ നമുക്ക് ലിസണിങ്ങും സ്പീക്കിങ്ങിലേക്കൊക്കെ ശരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ അറ്റ് ദ പ്രൈമറി സ്റ്റേജ്, ചൈൽഡ്സ് ലാംഗ്വേജ് മസ്റ്റ് ബി അക്സെപ്റ്റഡ്. ഒരു കുട്ടി ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത്, അപ്പൊ എന്റെ മദർ ടങ് എന്താണോ, നേറ്റീവ് ലാംഗ്വേജ് എന്താണോ, ദാറ്റ് ഷാൾ ബി കൺസിഡേർഡ് ആൻഡ് ദാറ്റ് ഷാൾ ബി അക്സെപ്റ്റഡ്. അപ്പം മദർ ടങ്ങിന് ഒരു വല്ലാത്ത പ്രാധാന്യം NCF കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. Then by class 4th, a rich and interesting exposure is made available. 4ാം ക്ലാസ് മുതൽ കുട്ടിക്ക് കുറച്ചധികം ഏരിയാസ്, കുറച്ചധികം ലാംഗ്വേജ് എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. ബട്ട് അറ്റ് ദാറ്റ് ടൈം വി ഷുഡ് റെസ്പെക്ട് ദ ചൈൽഡ്സ് ഹോം ലാംഗ്വേജ്. കുട്ടിന്റെ മാതൃഭാഷ ആ സമയത്ത് പരിഗണിക്കണം, അതിൽ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഒരു പ്രൈമറി തലത്തിലൊക്കെ കുട്ടിന്റെ മദർ ടങ്ങിനെ, ഹോം ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്യണം, കൺസിഡർ ചെയ്യണമെന്നാണ് NCF 2005 പറയുന്നത്. Then it should be accepted that errors are necessary part of the process of learning. കുട്ടി മറ്റൊരു ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിലും there will be some errors, ചില തെറ്റുകൾ ഉണ്ടാകും. That is a part of learning. അത് പഠനത്തിന്റെ ഭാഗമാണ്. We should consider that. അത് നമ്മൾ പരിഗണിക്കണം. Then അത്തരം എറേഴ്സ് ഉണ്ടാകുമ്പോൾ give comprehensible and interesting input to the students. നമുക്ക് കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കോംപ്രഹെൻസിബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇൻപുട്ട് കൊടുക്കുക. അഥവാ ഒരു കുട്ടി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ ആ കുട്ടിയിൽ മിസ്റ്റേക്കുകൾ വരുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻപുട്ട്, കോംപ്രഹെൻസിബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇൻപുട്ടാണ്. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? നമുക്ക് ഇൻപുട്ട്, ഒരു ഭാഷയിൽ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? എന്തായിരിക്കും ഒരു ലാംഗ്വേജ് ലേണിംഗിൽ ഇൻപുട്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? അതിന്റെ ഗ്രാമർ ഒക്കെ കൊടുക്കുകയാണോ?
ഗ്രാമർ കൊടുക്കുകയാണോ ഒരു ഓപ്ഷൻ? വേറെ ചോദിച്ചത് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. ഒരു ഭാഷ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കോംപ്രഹെൻസിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് നോളജ്, സ്ട്രക്ചർ, സെന്റൻസിന്റെ ലേണിംഗും കാര്യങ്ങളൊക്കെ. എന്തോ ലേണിംഗും കാര്യങ്ങളൊക്കെ അവർക്ക് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി ഭാഷ കേൾക്കുകയാണെങ്കിൽ കോംപ്രഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡബിൾ എന്നാണ്. കുട്ടിക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ ഭാഷ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണം. കുട്ടിക്ക് താല്പര്യമുള്ള ടോപ്പിക്കുകൾ ആ ഭാഷയിൽ, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണം. റീഡിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുട്ടിക്ക് താല്പര്യമുള്ള കോണ്ടന്റ് റീഡ് ചെയ്യാൻ ഈസി ആയ സിമ്പിൾ ലാംഗ്വേജിലുള്ള കണ്ടന്റ് കുട്ടിക്ക് വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണം. അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. കുട്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം ഇൻപുട്ടാണ്. ഓക്കെ, സ്റ്റുഡൻസിന്റെ ലേണിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതെല്ലാം ഇൻപുട്ടാണ്. സോ ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ് മിസ്സായ ഭാഗം മാത്രം ഒന്ന് പറഞ്ഞു വെച്ചതാണ്. ഇനി നമ്മൾ അടുത്തൊരു ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ എന്താ കാണണേ? ഗൂഗിൾ മീറ്റിന്റെ ഹോം പേജ് കാണുന്നുള്ളൂ? അതെ കാണുന്നുള്ളൂ. ഓക്കെ, ഒരു സെക്കൻഡ്, പ്രസന്റ് ചെയ്തിട്ടില്ല. What do you see now? പ്രസന്റേഷൻ കാണാമോ? ഓക്കെ, സ്ലൈഡ് മാറിയത് കാണാമോ? എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ള 3rd യൂണിറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് എന്നുള്ള 3rd യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. So here we have to define what is the meaning of motivation. ശരിക്കും മോട്ടിവേഷനെ നിങ്ങൾ ഇതൊന്നും പഠിക്കാതെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്? നമ്മളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക, എന്താണോ ചെയ്യേണ്ടത്. നമ്മളൊന്ന് ഇൻസ്പയർ ചെയ്യാം, പിന്നെ സ്റ്റിമുലേറ്റ്, ഇൻട്രസ്റ്റ് വരുത്തുക. ഓക്കെ, ഇൻട്രസ്റ്റ് വരുത്തുക. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. It is process of arousing, maintaining, controlling interest in a goal-directed pattern of behavior. നമുക്ക് കുട്ടിയുടെ ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കണം, ഒരു റീഡിങ് ഉണ്ടാക്കിയെടുക്കണം, ഡ്രോയിങ് സ്കില്ല് വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ വൊക്കാബുലറി കുട്ടി ബൈഹാർട്ട് ചെയ്യുന്നത് വളർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുട്ടിയെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. സോ ഒരു പർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് കുട്ടിയുടെ ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സ്റ്റിമുലിയാണ് ആക്ച്വലി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. We are arousing the interest, we are maintaining the interest, and we are controlling the interest of the students. ചില കുട്ടികൾ ആദ്യം തുടക്കത്തിൽ നല്ല ഇൻട്രസ്റ്റിൽ വരും, പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ലൂസ് ചെയ്യും. ആ സമയത്ത് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അറൗസ് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. അത് ആ പ്രോസസ്സിനെയാണ് ആക്ച്വലി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ അവർ മോട്ടിവേഷൻ. ആണോ? മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഒരാൾ പഠിക്കൂല എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണോ? മോട്ടിവേഷൻ ഇല്ലെങ്കിൽ പഠിക്കൂല മാത്രമല്ല, നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യൂല. നമുക്ക് എന്തെങ്കിലും മോട്ടീവ് ഇല്ലാണ്ട്, നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു സന്തോഷം കിട്ടാണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പോകില്ല. ഓക്കെ, സോ ലേണിംഗിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കുക. ഗുഡ് മോട്ടിവേഷൻ ആൻഡ് എൻഷ്യൂർസ് interest in activity, feel and urge to do it, pay attention and resulting performance. So a good motivation ensure interest in activity. ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി നമ്മളെ എന്ത് ചെയ്യും, താല്പര്യത്തിൽ കൊണ്ടുവരും, അതുപോലെ തന്നെ അതിലേക്ക് നല്ലൊരു ഫീൽ ഉണ്ടാക്കി തരും, ഒരു ഏർജ് ഉണ്ടാക്കി തരും. Then we can ensure the attention of the students. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കുട്ടികളുടെ അറ്റൻഷനെ കൊണ്ടുവരാനും
ഫൈനലി അതൊരു ഗുഡ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാനും പറ്റുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്. അപ്പം ചോദിക്കട്ടെ, നമുക്കൊരു കുട്ടി പിന്നെ ക്ലാസ്സിൽ നേരത്തെ വരണം, ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടി നേരത്തെ വരണം, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ? നിനക്ക് നേരത്തെ വരാൻ കഴിയും. നേരത്തെ വരുന്നവർക്ക് എല്ലാവർക്കും മിഠായി കൊടുത്താൽ മതി, അപ്പോൾ ഓളും വന്നു. ചെറിയ കുട്ടികളാണ് എന്തെങ്കിലും തരാന്നൊക്കെ പറഞ്ഞാല് അവര് വേഗം ചെയ്യല്ലോ. എന്തെങ്കിലും തരാന്നൊക്കെ പറയും. അഥവാ നമ്മൾ വെർബലി പല കാര്യങ്ങൾ പറഞ്ഞു നോക്കും അല്ലെ, ഫിസിക്കലി പലതും ചെയ്തു നോക്കും, അല്ലെങ്കിൽ റിവാർഡ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെ ഓഫർ ചെയ്ത് നോക്കും. അതൊക്കെ തന്നെയാണ് മോട്ടിവേഷൻ എന്നുള്ളത്. സോ മോട്ടിവേറ്റ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ടോ? വാക്ക്, നമ്മുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ നോട്ടങ്ങള്, അവര് കൊടുക്കുന്ന കൺസിഡറേഷൻ, ഗിഫ്റ്റ്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം മോട്ടിവേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഒരു ഗുഡ് മോട്ടിവേഷൻ ഇതിൽ പറഞ്ഞു ആരെങ്കിലും? Okay, if there is a good motivation, there will be good behaviors. അഥവാ നല്ല മോട്ടിവേഷൻസ് ഒരു ഭാഗത്തുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ദെൻ മാക്സിമം റിസൾട്ട് ഓഫ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് മോട്ടിവേഷൻ. ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അവന്റെ മാക്സിമം പെർഫോമൻസ് നമുക്ക് അവനിൽ നിന്ന് കാണാൻ കഴിയും. ദെൻ മാക്സിമം യൂസ് ഓഫ് ടാലൻസ്, മോട്ടിവേഷൻ റിസൾട്ട് ആണ് മാക്സിമം യൂസ് ഓഫ് ടാലൻസ് എന്ന് പറയുന്നത്. ഇനി മോട്ടീവ്സ് ഈസ് ഈക്വൽ ടു മോട്ടിവേഷൻ, റൈറ്റ്? സോ മോട്ടിവേഷന് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. Motive generally refers to biological, social, and learned factors that initiate, sustain, and stop goal-directed behavior of organism. ഇതൊരു ഡെഫിനിഷൻ അങ്ങനെ കണ്ടാൽ മതി. പലപ്പോഴും ഇതൊരു ബയോളജിക്കൽ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ശാരീരികമായിട്ടും അല്ലെങ്കിൽ ഒക്കെ കാണാനും ചെയ്യാനും കഴിയും. സോഷ്യൽ ആണ്, സാമൂഹികമാണ്, ലേൺഡ് ഫാക്ടേഴ്സ് ആണ്, എന്താണ് ഓൾറെഡി പഠിച്ചു വെച്ച ചില ഘടകങ്ങൾ അതിലുണ്ട്. ദാറ്റ് ഇനീഷ്യേറ്റ്, സസ്റ്റെയിൻ, അത് ചില നമ്മുടെ പ്രവർത്തനങ്ങൾ, ബിഹേവിയേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ, തുടക്കം കുറിക്കാൻ കാരണമാവും. സസ്റ്റെയിൻ, ചിലത് നിലനിർത്തിക്കൊണ്ടു പോകാൻ. ഒരാൾ നല്ല ഒരു റീഡിങ് സ്കിൽ ഉണ്ട്, റീഡിങ് ഹാബിറ്റ് ഉണ്ട്, എന്നാൽ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടും ഗിഫ്റ്റ് കൊടുത്തിട്ടും ചെറിയ ചെറിയ ഗോൾസ് കൊടുത്തിട്ടും ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തിട്ടും അതിങ്ങനെ എന്ത് ചെയ്യും? സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. ചിലത് സ്റ്റോപ്പ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയേഴ്സ്, ചിലത് നമ്മൾ നിർത്തേണ്ടി വരും, അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ചില ബാഡ് ബിഹേവിയേഴ്സ് നിർത്തണം, പുതിയ ബിഹേവിയേഴ്സ് തുടങ്ങണം, അല്ലെങ്കിൽ നിലവിലുള്ള നല്ല ബിഹേവിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അത്തരത്തിലുള്ള ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ മറ്റെന്തിന്റെയും ബിഹേവിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രോസസ്സിനെ ആണ് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് മോട്ടീവ്സ് ഈസ് ഫ്രം ലാറ്റിൻ വേർഡ്, അതിന്റെ ലാറ്റിൻ എന്നുള്ള ഒരു വേർഡാണ്. ദാറ്റ് മീൻസ് ടു മൂവ് ഓർ ടു ഇമ്പൽ, അഥവാ മുന്നോട്ട് പോവുക, കൂടുതൽ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് ആക്ച്വലി മോട്ടീവ് ഓർ മോട്ടിവേഷൻ എന്നുള്ള ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ മോട്ടിവേഷനിൽ രണ്ട് ഡെഫിനിഷൻ ടോൾമാന്റെ. മോട്ടീവ്സ് ആർ ടെൻഡൻസീസ് ടു സ്ട്രൈവ് ഫോർ ഗോൾസ്, ലക്ഷ്യം നിറവേറ്റാൻ എന്ത് റിസ്ക്കും എടുക്കാനുള്ള നമ്മുടെ ആ ഒരു ടെൻഡൻസിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നു. ഹെബ് പറഞ്ഞു വെച്ചത് മോട്ടീവ്സ് ആസ് ഈവൻസ് വിച്ച് അറൗസ് ആൻ ഓർഗാനിസം ടു ആക്ഷൻ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ യു ക്യാൻ മേക്ക് യുവർ ഓൺ ഡെഫിനിഷൻസ് ഫോർ മോട്ടിവേഷൻ. ഓക്കെ, then a motive creates tension within the organism and does initiate and sustain a particular type of activity. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയണേ, അത് ശരിയാണോ? നമുക്ക് ഗോളിലോട്ട് എത്തേണ്ടിട്ട് നമ്മള് എത്തൂലേ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ മനസ്സിൽ ചെറിയൊരു സ്ട്രെസ്, ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ട്. അതൊരു പോസിറ്റീവ് ടെൻഷൻ ആണ് ആക്ച്വലി, പോസിറ്റീവ് സ്ട്രെസ് ആണ് ആക്ച്വലി. അതെന്ത് ചെയ്യും? ഇനീഷ്യേറ്റ് ആൻഡ് സസ്റ്റെയിൻ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി. നിങ്ങൾ പരീക്ഷക്ക് ഫുൾ മാർക്ക് വാങ്ങിയാൽ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം മുതൽ അവരെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും, പറ്റൂലേ, എനിക്ക് പറ്റൂലേ എന്നൊക്കെ ഉള്ളത്. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? മാക്സിമം വർക്ക്ഔട്ട് ചെയ്യും, ആ റിസൾട്ട് നേടും എന്നാണ് പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടീവ്സ്. ഇവിടെ മോട്ടീവ്സ് എന്ന് കാണുമ്പോൾ അത് മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ്, മനസ്സിലുള്ള ഒരു പ്രവർത്തനമാണ് മോട്ടിവേഷൻ. രണ്ട്, ദ ഇന്റേണൽ പ്രോസസ്
ഈസ് ഇനീഷ്യേറ്റഡ് ബൈ സം നീഡ്സ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും, ഒരു നീഡ് ഉണ്ടാവും. ആ നീഡ് നേടണം എന്ന ഒരു കാരണത്താൽ നമ്മുടെ മനസ്സിനുള്ളിൽ വരുന്ന ഒരു ഇന്റേണൽ പ്രോസസ്സാണ് മോട്ടിവേഷൻ. സോ സൈക്കോളജിക്കൽ ആണ്, ഇന്റേണൽ ആണ്. Then it direct our food to direct our food towards the goal that satisfy the needs. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ഒരു ഗോളിലേക്ക് എത്തിച്ച് അത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി മോട്ടിവേഷൻ. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് എത്തുക എന്നുള്ള നമ്മുടെ നീഡായിരിക്കും. ആ നീഡിലേക്ക് എത്താൻ വേണ്ട വർക്കൗട്ടാണ് നടക്കുക. അവിടെ എത്തിയാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി മോട്ടിവേഷൻ. ഇറ്റ് ബ്രിങ്സ് എനർജി മൊബിലൈസേഷൻ. അതിനുവേണ്ടി നമ്മുടെ മൊത്തം എനർജിയും നമ്മൾ എന്ത് ചെയ്യും, കൂട്ടി യോജിപ്പിക്കും, അല്ലെങ്കിൽ എനർജിയെ നമ്മൾ ഒരുമിച്ച് ചേർക്കും. എന്നിട്ടാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് നമ്മൾ അതിലിടുക. ദെൻ റിസൾട്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് മോട്ടിവേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു സസ്റ്റെയിൻ ദ അറ്റൻഷൻ ഇൻ വൺസ് എഫേർട്ട് ഓർ ടാസ്ക്. ഇവിടെ നമ്മൾ ഒരു ടാസ്കില് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയില് ഒരു ഗോളില് നമ്മുടെ മാക്സിമം അറ്റൻഷൻ ഇടും. മാക്സിമം അറ്റൻഷൻ അവിടെ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അതിൽ കൊണ്ടുവന്ന് അറ്റൻറ്റീവായി നമ്മൾ അത് ചെയ്യും. സോ ദാറ്റ് ഈസ് മോട്ടിവേഷൻ. Then restless to achieve the goal, stop after the goal is reached. So we will be restless to achieve the goal. നമ്മളൊരു ഗോള് വെക്കും, അതിലേക്ക് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റെസ്റ്റ്ലെസ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ പോകും. ആഫ്റ്റർ റീച്ചിങ് ദ ഗോൾ വി വിൽ ടേക്ക് ദ റെസ്റ്റ്. ആ ഗോള് നേടിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്താവുള്ളൂ, റെസ്റ്റ് എടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എഡിറ്റിങ്സ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അയച്ചരാട്ടോ. ഇനി പിന്നെ രണ്ട് തരം മോട്ടീവ്സിനാണ് പറയുന്നത്. കൈൻഡ്സ് ഓഫ് മോട്ടീവ്സ്, നാച്ചുറൽ ഓർ ബയോജനിക്, രണ്ട് അക്വയർ ഓർ സോഷ്യോജനിക്. ഇത് രണ്ട് പേര് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ബയോജനിക് എന്നുള്ള പേരിൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ അക്വേർഡ്, അല്ലെങ്കിൽ സോഷ്യോജനിക്. അപ്പോ നമുക്ക് എന്തിനൊക്കെയുള്ള മോട്ടീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള മോട്ടീവ്സ് എന്തൊക്കെയാണ്? അപ്പൊ ഇതിൽ നാച്ചുറൽ മോട്ടീവ്സ് പറയുന്നതാണ് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ് എന്നൊക്കെ പറയുന്നത്. ഇത് അൺലേൺഡ് ആണ്, നമ്മൾ വേറെ ഒരാളേക്ക് നിന്ന് പഠിച്ചെടുക്കുന്നതല്ല, നാച്ചുറലി നമ്മുടെ ബോഡിയിലുള്ള ആവശ്യങ്ങളാണ് എന്നാണ്. ദെൻ ഇറ്റ് ഇസ് എ പ്രൈമറി മോട്ടീവ്സ്. നിർബന്ധമായും നമുക്ക് കിട്ടേണ്ടതും നമുക്കത് പിന്നെ ഇല്ലാണ്ട് കഴിയാത്തതുമായിട്ടുള്ള ഇതാണ് പ്രൈമറി മോട്ടീവ്സ് എന്ന് പറയണേ. ആനിമൽസ് ബിഹേവിയേഴ്സ് ഒക്കെ പ്രൈമറി മോട്ടീവ്സ് ആണ്. നമ്മൾ മനുഷ്യരാണ് പിന്നെയും സോഷ്യോജനിക് ഓർ അക്വേർഡ് മോട്ടീവ്സ് എടുക്കണമെന്നാണ്. ആനിമൽസിന് എന്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കണോ അതൊക്കെ അവരുടെ പ്രൈമറി നീഡ്സ് ആണ്. ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ് എന്താണെങ്കിലും അതൊക്കെ പ്രൈമറി നീഡ്സ് ആണ് എന്നാണ് പറയുന്നത്. സോ അക്വേർഡ് ഓർ സോഷ്യോജനിക് മോട്ടീവ്സ് പറഞ്ഞാല് സെക്കൻഡറി മോട്ടീവ്സ് ആണ്. ഓക്കെ, ബയോജനിക് എന്നുള്ളത് പ്രൈമറി ആണ്, സോഷ്യോജനിക് എന്നുള്ളത് സെക്കൻഡറി ആണ്. ദാറ്റ് ഈസ് അക്വേർഡ്. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കണ്ട് പഠിച്ചതാണ് ആക്ച്വലി. അത് വേണം, ഇത് വേണം, കൂടുതൽ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം, അങ്ങനെ കുറെ മോട്ടീവ്സ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന മോട്ടീവ്സ് ആണ്. അപ്പൊ ഇതിനെ തന്നെ 3 തരം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോട്ടീവ്സ് റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ നീഡ്സ്, മോട്ടീവ്സ് റിലേറ്റഡ് ടു സോഷ്യൽ നീഡ്സ്, മോട്ടീവ് റിലേറ്റഡ് ടു കോമ്പിറ്റൻസി ആൻഡ് സെൽഫ്. അപ്പൊ അതിൽ ഓരോന്നിനും എക്സാമ്പിൾസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ നീഡ്സ് എന്താണ്, സെക്കൻഡറി സൈക്കോളജിക്കൽ നീഡ്സ് എന്താ, സെക്യൂരിറ്റി, ഫ്രീഡം, അഡ്വഞ്ചർ. നമുക്കൊരു സാഹചര്യത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരുപാട് ഫ്രീഡം വേണം, അതൊക്കെ ഉള്ളത് ഒരു സെക്കൻഡറി ആണ്. ബേസിക് ഫ്രീഡം ഒക്കെ ശരിക്കും നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ ബയോജനിക് ആണ്. ആക്ച്വലി ഇതൊരു എക്സ്ട്രാ ഫ്രീഡം വേണം എന്നൊക്കെ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ നീഡ്സിലാണ് സോഷ്യൽ അപ്രൂവല്, സോഷ്യൽ അഫിലിയേഷൻ ഒക്കെ, സൊസൈറ്റി നമ്മളെ അംഗീകരിക്കണം എന്നുള്ള ചിന്ത സെക്കൻഡറി മോട്ടീവ് ആണ്, അത് അക്വയർഡ് ആണ്. തേർഡ് റിലേറ്റഡ് ടു കോമ്പിറ്റൻസി ആൻഡ് സെൽഫ് ആണ്. ഓരോ വ്യക്തിയിലുള്ളതാണ് സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് അപ്രീസിയേഷൻ, വാല്യൂസ്, അച്ചീവ്മെന്റ്സ്, റെസ്പെക്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ റിലേറ്റഡ് ടു സെൽഫ് ആണ്. ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ്. ദാറ്റ് ഈസ് അക്വയർഡ് ആണ്. അഥവാ ഈ പ്രൈമറി മോട്ടീവ്സ് ഇല്ലെങ്കിൽ ജീവിക്കൽ ബുദ്ധിമുട്ടാണ്, സെക്കൻഡറി മോട്ടീവ്സ് ഇല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ കൊയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെക്കൻഡറി വേണം, ആക്ച്വലി പ്രൈമറി വേണം. പക്ഷെ ആദ്യം പ്രൈമറി കിട്ടണം, പിന്നെയാണ് സെക്കൻഡറി കിട്ടേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു 5 തിയറികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഇൻസ്റ്റിങ് തിയറി ഓഫ് മക്ഡഗൽ, മോർഗൻസ് സൈക്കോളജിക്കൽ തിയറി, ഹൾസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി, മുറെ നീഡ് തിയറി, മാസ്ലോ തിയറി ഓഫ് ഹയറാർക്കിയൽ നീഡ്സ്. ഇങ്ങനെ 5 തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നുള്ളവർക്ക് വരുന്നുണ്ട്.
ഇതിൽ പല തിയറികൾ നമുക്ക് ഇതിലിങ്ങനെ വരുമ്പോൾ ഓരോരോ സമയത്ത് പഠിക്കാം. മാസ്ലോന്റെ ഹൈറാർക്കിയൽ നീഡ്സ് എന്നുള്ള തിയറി ആദ്യം നമ്മൾ പഠിക്കും. അങ്ങനെ 5 തിയറികളുണ്ട് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കിയൽ നീഡ്സ് ആണ്. അത് വന്നിട്ടിരിക്കുന്നത് സ്ലൈഡ് നമ്പർ ആണ് കേട്ടോ. ഈ ഒരു തിയറിന്റെ ഫസ്റ്റ് സ്ലൈഡ് എന്നുള്ളതാണ്. മാസ്ലോയുടെ തിയറി ഇതിനു മുമ്പ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു ഗ്രാഫും അതേപോലെ ഉള്ള കുറെ സംഭവം പഠിച്ചിട്ടുണ്ടാവണം എന്ന് വിശ്വസിക്കുന്നു. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ് ആൻഡ് സെൽഫ് കോഗ്നിറ്റീവ് പറഞ്ഞ കുറെ അങ്ങനെ ഒരു പിരമിഡ് പോലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, അത് നമ്മൾ ബുക്കിലുണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് വിട്ടുപോയതാണ്. So Maslow proposed a comprehensive theory of need gratification and growth motivation, including fundamental physiological needs and intermediate needs. That means Maslow propose ചെയ്യാണ് കോംപ്രഹെൻസിബിൾ തിയറിയാണ്. അത് നമ്മളെ മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കുന്ന ഒരു തിയറിയാണ്. ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഗ്രോത്ത് മോട്ടിവേഷൻ ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ ഫിസിയോളജിക്കൽ നീഡ്സ്. ഇവിടെ അദ്ദേഹം നമ്മുടെ മാനസികമായതും ശാരീരികമായിട്ടുള്ള ഏറ്റവും ബേസിക് നീഡ്സ് മുതൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇന്റർമീഡിയറ്റ് നീഡ്സും പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബേസിക് നീഡ്സ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് നീഡ്സ് അടക്കമുള്ള ആ ഒരു ഹയറാർക്കി അദ്ദേഹം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ മെറ്റാ നീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നൊക്കെ ഉള്ള ഒരു നമ്മുടെ മെറ്റാ കോഗ്നിഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സ്കില്ലാണ്. അതിന്റെ ഏറ്റവും മുകളിൽ വരുന്ന ഒരു നീഡാണ്. ദെൻ മാസ്ലോന്റെ പ്രകാരമുള്ള മാസ്ലോന്റെ 1-2 അഭിപ്രായങ്ങളാണ്. ഹ്യൂമൻ നീഡ്സ് ആർ മെനി ആൻഡ് മൾട്ടിപ്പിൾ. മനുഷ്യന്മാർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. ഓൾ ആർ നോട്ട് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്. പക്ഷെ എല്ലാത്തിനും ഒരുപോലെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അഥവാ നമുക്ക് ഫുഡ് വേണം, അത്ര ആ നീഡ് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് ചിലപ്പോ എന്തില്ല, നമ്മളൊരു ആഗ്രഹം സഫലീകരിക്കുക, ഒരു വണ്ടി വാങ്ങാൻ ഉണ്ടാവില്ല. കാരണം ഫുഡ് നിർബന്ധമാണ്. പക്ഷെ ഒരു വണ്ടി വാങ്ങൽ അത്ര നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, ദാറ്റ് ഈസ് നീഡ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഹയറാർക്കിക്കലി. സോ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മൊത്തം നീഡുകൾ നമുക്ക് ഇങ്ങനെ ഹയറാർക്കി ആക്കി വെക്കാം എന്നാണ് പറയുന്നത്. ദെൻ ദ ഓർഗാനിസം വിൽ ആസ്പയർ ഫോർ എ ഹയർ ഓർഡർ നീഡ് ഓൺലി when the lower order needs get fulfilled. അഥവാ ഇതൊരു പിരമിഡാണ്, ഒരു പിരമിഡ് പോലെയാണ്. അപ്പൊ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഹയർ നീഡ്സിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. അഥവാ ഫുഡും വാട്ടറും ഷെൽട്ടറും ഒക്കെ കിട്ടാതെ നമ്മളൊരു ഹയർ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി വാങ്ങലും ഒരു കൊട്ടാരം പണിയലൊന്നും ആഗ്രഹിക്കേണ്ടതില്ല എന്നുള്ളതൊക്കെയാണ് പറയണത്. കുട്ടികൾക്കാണെങ്കിലും ആദ്യം ബേസിക് നീഡ്സ് ആണ് അവരെ മീറ്റ് ചെയ്യേണ്ടത്, അവർക്ക് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. പിന്നെയാണ് അതിന്റെ ബാക്കി സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഹയറാർക്കിയൽ നീഡ്സ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഇവിടെ ശരിക്കും അതിന്റെ ഒരു ഗ്രാഫ് കാണിക്കാണ്ടായിരുന്നു, ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ബുക്കിലുണ്ട്, നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് കാണാനും പറ്റും. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഗ്രാഫ് വരച്ചാല് അതല്ലെങ്കിൽ ഒരു പിരമിഡ് വരച്ചാല് അതിന്റെ ഏറ്റവും അടിയിൽ ഏറ്റവും താഴെയുള്ളത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ദാറ്റ് മീൻസ് ലോവർ ഇൻ മോട്ടിവേഷണൽ ഹയറാർക്കിയാണ്. അഥവാ ഇത് ഏറ്റവും താഴെയുള്ള നീഡ്സ് ആണ്. ഫസ്റ്റ് നീഡ്സ് ആണ്, പ്രൈമറി നീഡ്സ് ആണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഫുഡ്, വാട്ടർ, സെക്സ്, ഓക്സിജൻ, സ്ലീപ്പ്, സെൻസറി സാറ്റിസ്ഫാക്ഷൻ എക്സെട്ര. ഈ പറയുന്നതൊക്കെ പ്രൈമറി ആയിട്ട് കിട്ടേണ്ടതാണോ? ഒന്ന് വായിച്ചു നോക്കിക്കണേ. ഫുഡ്, വാട്ടർ, സെക്സ്, ഓക്സിജൻ, സ്ലീപ്പ്, സെൻസറി സാറ്റിസ്ഫാക്ഷൻ. ഇതൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല. അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാട്ടോ. ജീവിക്കുന്നവർക്ക് സെക്സ് ഒന്നും വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വെച്ചാൽ നമ്മുടേതായ ഒരു പേഴ്സണൽ വ്യൂ ഉണ്ടാവും. ഇത് മാസ്ലോന്റെ അഭിപ്രായത്തിലാണ് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകേണ്ടത് എന്നാണ്.
ഈ ഒരു ലൈന് മാത്രം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ പറയാനുള്ള ഒരു കോണ്ടന്റ് അവിടെ ഉണ്ട്. പക്ഷെ നമ്മള് ഈ ഒരു കരിക്കുലം ബേസ്ഡ് ആയിട്ട് നമുക്ക് അത് ഒന്നും മുണ്ടില്ല. തൽക്കാലം ഇതൊക്കെ എന്താണ് ബേസിക് നീഡ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ദീസ് ആർ വൈറ്റൽ ഫോർ സർവൈവൽ. ഒരാളിങ്ങനെ ഹാപ്പി ആയി നിൽക്കണമെങ്കിൽ, ഒരു മാനസിക സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നാണ്. ഇത് എല്ലാതും എല്ലാ സമയത്തും കിട്ടണം എന്നുള്ളതല്ല കേട്ടോ. ഇപ്പോ ഫുഡ് നമ്മൾ ജനിച്ച അന്ന് മുതൽ കിട്ടേണ്ടി വരും. വാട്ടർ അന്ന് മുതൽ കിട്ടണം. ദെൻ സെക്സ് അതൊരു മെച്യൂരിറ്റി എത്തിയിട്ട് കിട്ടേണ്ടതായിരിക്കും. ഓക്സിജൻ ജനിച്ച അന്ന് മുതൽ കിട്ടണം. സ്ലീപ്പ് എല്ലാ ദിവസവും കിട്ടണം. സെൻസറി സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെ ഓരോന്നും അതിന്റെ സമയം ഉണ്ടാകാം, ബട്ട് ദാറ്റ് ഷാൽ ബി ഗിവൺ എന്നുള്ളതാണ്. Then these are vital for survival. Then it should be fulfilled before the next higher order motives. അപ്പൊ രണ്ടാമത്തതിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്നാമത്തത് കിട്ടണം എന്നാണ് പറയുന്നത്. Then second, safety and security needs ആണ്. ഒരാൾക്ക് ഫീൽ സെക്യൂർ, സേഫ്റ്റി ഉണ്ടാവുന്നതാണ്. അപ്പൊ മര്യാദക്കൊന്ന് ഒരാൾ ആക്രമിക്കാതെ അല്ലെങ്കിൽ ഒരാൾ ഭീഷണിപ്പെടുത്താണ്ട് നിൽക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ നീഡാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെൽട്ടർ, ക്ലോത്തിങ്, പേഴ്സണൽ സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് ദ ഫ്യൂച്ചർ, റൂട്ടീൻസ്. നമ്മുടെ ഡെയിലി റൂട്ടീൻസ് ചെയ്യാൻ പറ്റണം. ക്ലോത്തിങ്സ് വസ്ത്രം ഇടാൻ പറ്റണം. ഷെൽട്ടർ ഒരു വീട് ഉണ്ടാവണം. പേഴ്സണൽ സേഫ്റ്റി ഉണ്ടാവണം. ഒരാളെ ത്രട്ടനിങ് ഇല്ലാണ്ട്, ഒരാളെ നമ്മൾ അടിച്ചമർത്തപ്പെടാതെ, ഒരാളെ അണ്ടറിൽ നിൽക്കാതൊക്കെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ നീഡ്. ദെൻ ചിൽഡ്രൻ ഡു നീഡ് ഡിസിപ്ലിൻ ഇൻ ദെയർ ലെവൽ. അഥവാ കുട്ടികൾക്ക് അവരുടേതായ ഡിസിപ്ലിനും അല്ലെങ്കിൽ അവരുടേതായ സേഫ്റ്റിയും ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഷെൽട്ടർ ക്ലോത്തിങ് ഒക്കെ ആക്ച്വലി ബേസിക് ഫിസിയോളജിക്കലി വരുന്നില്ല, പ്രൈമറി അല്ലേ? അത് നമ്മൾ ഇതിൽ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതില്ലാതെയും ജീവിക്കാലോ. അതെന്താ പുറത്തൊക്കെ ഇങ്ങനെ റോഡുമ്പിലൊക്കെ കിടന്ന് ജീവിക്കുന്നവരും ഉണ്ടല്ലോ. ഇതില് ഫിസിയോളജിക്കൽ നീഡ്സിൽ ഈ ഷെൽട്ടർ ഒക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചതിൽ അതുണ്ട്, പ്രൈമറി ആണ്. അതാണ് ചോദിച്ചത്. ഞാൻ പഠിച്ചതിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ പഠിച്ചത് പ്രൈമറി അല്ലല്ലോ, നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ സിലബസ് ബുക്കിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഉൾപ്പെടുത്തിയതാണ്. അല്ല, നമ്മള് എനിക്ക് തോന്നുന്നു കൊമേഴ്സിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. മാസ്ലോന്റെ തിയറിയില് ഇത് നിലക്ക് അവിടെ അവസാനിപ്പിച്ചതാണ് കേട്ടോ. തേർഡ് വൺ, അഫിലിയേഷണൽ നീഡ്സ് ഓർ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. അത് നമ്മൾ സാധാരണ ലവ് ആൻഡ് ബിലോങ്ങിങ് എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജിനെ പറയാറുള്ളത്, റൈറ്റ്? അഥവാ ഒരാൾക്ക് ഒരുപാട് സ്നേഹം കിട്ടണം, അവർക്ക് ആരൊക്കെയോ സ്വന്തമായി ഉണ്ട് എന്നുള്ള ഒരു ചിന്ത കിട്ടണം എന്നുള്ളതാണ് തേർഡ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽസ് ഹങ്കർ ഫോർ അഫെക്ഷൻ. അഥവാ സ്നേഹം, കരുതല് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഒരു ലവ് ആൻഡ് ബിലോങ്ങിങ് എന്നുള്ള തേർഡ് സ്റ്റേജിലാണ്. A people who is not lovable because of his behavior needs to be loved most. ഒരു സെന്റൻസ് കാണികള്, ഒരു കുട്ടി who is not lovable because of his behavior, അവന്റെ സ്വഭാവം മോശമാണ്, അവനോട് ആർക്കും ഒരു സ്നേഹം കിട്ടുന്നില്ല, അവൻ ആർക്കും സ്നേഹം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും നീഡ്സ് ടു ബി ലവ്ഡ് മോസ്റ്റ്, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നതാണ്. അപ്പൊ സ്വഭാവം മോശമാണെങ്കിൽ പോലും കുട്ടികളെ സ്നേഹം അർഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4, സെൽഫ് എസ്റ്റീം നീഡാണ്. ഇറ്റ് ജനറേറ്റ്സ് ഫീലിങ്സ് ഓഫ് വർത്ത്, കോൺഫിഡൻസ് ആൻഡ് അഡീക്വസി. അഥവാ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എനിക്കും ഞാൻ ചെയ്താലും ശരിയാകും എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ്. സോ ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദിസ് നീഡ് റിസൾട്ട് ഇൻ ഡിസ്കറേജ്മെന്റ്. അപ്പോൾ സെൽഫ് എസ്റ്റീം ഒരാൾക്ക് തകർന്നാൽ അയാൾ ഡിസ്കറേജ്ഡ് ആയി പോകും. ഓക്കെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഇൻഅഡീക്വസിയും അദ്ദേഹത്തിന്റെ ലൈഫിൽ വരും. ഒരാൾക്ക് തോന്നണം ഐ ക്യാൻ ഡു ദിസ്, ഐ ആം ഏബിൾ ടു ഡു ദിസ്, ഐ ആം കോൺഫിഡന്റ്, ഐ ആം ഏബിൾ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഒരാൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നാലാമത്തത്. അതില്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി വരും, ഡിസ്കറേജ്മെന്റ് വരും, ഇനീഷ്യേഷന് പറ്റാതെ വരും, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി ലീഡർഷിപ്പിന് പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റിവിറ്റി ആ ലൈഫിൽ ഉണ്ടായിരിക്കും. 5, അച്ചീവ്മെന്റ് നീഡ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ചെറിയ ഡിഫറൻസ് ഇതിലുണ്ട്. സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ടിവേഷൻ, അങ്ങനെ 5 സ്റ്റെപ്പുകളൊക്കെ ഞങ്ങളൊക്കെ ബി.എഡിൽ ആ സമയത്ത് പഠിച്ചു തന്നിട്ടോ. അപ്പൊ ഇതിലുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സിലബസ് പ്രകാരം അങ്ങനെ ആയിരിക്കും. ഞങ്ങൾ പഠിച്ചിരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെ ഒരു 5 സ്റ്റെപ്പുകളായിരുന്നു ഞങ്ങളുടെ ബി.എഡ് സമയത്ത് ഞങ്ങൾ പഠിച്ചത്.
സോ ഇവിടെ അച്ചീവ്മെന്റ് നീഡ്സ് ആണ്. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് നീഡ് ഫോർ നോളജ് ആൻഡ് നീഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അഥവാ 5 പറയുന്നത് ഒരാൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓക്കെ, നീഡ് ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു, എല്ലാത്തിന്റെയും മീനിങ്ങുകൾ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ എല്ലാ കോൺസെപ്റ്റ് മനസ്സിലാകുന്നു. ഇതാണ് അച്ചീവ്മെന്റ് നീഡ്സിൽ 5ാമത് വരുന്നത്. 6 എസ്തെറ്റിക് നീഡ്സ് ആണ്. എസ്തെറ്റിക് എന്നുള്ള വാക്ക് കേട്ടാൽ എപ്പോഴും നിങ്ങൾ ബ്യൂട്ടി എന്ന് അറിയിക്കുന്നു. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അപ്രീസിയേഷൻ ഓഫ് ഓർഡർ ആൻഡ് ബ്യൂട്ടി. എല്ലാത്തിന്റെയും സൗന്ദര്യം കാണാൻ കഴിയുക, ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പ്ലഷർ ഇൻ ബ്യൂട്ടി ആൻഡ് നാച്ചുറൽ. എല്ലാത്തിലും ഒരു പ്ലഷർ, ഒരു സൗന്ദര്യം കാണാൻ, അത് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് 6ാമത്തെ ഒരു നീഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ 1 ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് നമ്മൾ പറഞ്ഞു, 2 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, 3 അഫിലിയേഷൻ നീഡ്സ്, അത് ഒരാൾ അംഗീകരിക്കുക, സ്നേഹം കിട്ടുക, 4 സെൽഫ് എസ്റ്റീം, സ്വന്തമായി എനിക്കും കഴിയും എന്നുള്ള വിശ്വാസം, 5 അച്ചീവ്മെന്റ്സ്, ഒരുപാട് ക്വാളിഫിക്കേഷൻസ്, നോളജ്, സ്കില്ല് ഒക്കെ ഉണ്ടാവലാണ്. 6 എസ്തെറ്റിക് ആണ്, പുറമേയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ, ഒരു കടൽ കാണാൻ പോയാലും അതിന്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ കഴിയാം. അത്തരത്തിലുള്ള എസ്തെറ്റിക് നീഡ്സ് ആണ്. ഇനി പിന്നെ ഇതില് 6 എസ്തെറ്റിക്, പിന്നെ വീണ്ടും 6 എടുക്കണം, എന്താ 7 ആയിരിക്കും കേട്ടോ. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് നീഡാണ്. ഇറ്റ് ഈസ് ടു ഫുൾഫിൽ വൺസ് ഇൻഡിവിജ്വൽ നാച്ചർ ഇൻ ഓൾ ഇറ്റ്സ് ആസ്പെക്ട്സ്. അഥവാ എനിക്കൊരു ജോലി വേണം, ഒരു വണ്ടി വാങ്ങണം, എല്ലാ സംഭവങ്ങളും ആഗ്രഹിച്ചതൊക്കെ നടക്കണ, ആക്ച്വലി എനിക്ക് എല്ലാം കിട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചൊക്കെ കഴിഞ്ഞു, എനിക്ക് എല്ലാ അച്ചീവ്മെന്റ്സും നേടി എന്ന് പറയുന്നതാണ്. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് കുറെ ആളുകൾക്ക് പറ്റൂല എന്നാണ് പറയാറുള്ളത്. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കഴിയാറില്ല എന്നൊക്കെയാണ് പറയണേ. സോ വൺ ഹൂ ഈസ് ടാലന്റഡ് ഇൻ വൺ ഏരിയ വാണ്ട്സ് ടു അറ്റൈൻ പെർഫെക്ഷൻ ഇൻ ദാറ്റ് ഏരിയ. നമ്മൾ ഒരാൾ മെക്കാനിക് ആണെങ്കിൽ എല്ലാ വണ്ടിയും അദ്ദേഹത്തിന് റിപ്പയർ ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പൊ അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടി പറയും. ഇനി ഒന്നുമില്ല, ഇതുവരെ വന്നതെല്ലാം ക്ലിയർ ആയി എന്നുള്ളതാണ്. ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഫങ്ഷനിങ് ഒക്കേർഡ്. അഥവാ എക്സ്പേർട്ട്, ദ മോസ്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ അവിടെ 6-7ഓളം നീഡുകൾ, സ്റ്റേജസ് ആണ് കണ്ടത്. അതിന് സെൽഫ് ആക്ച്വലൈസേഷൻക്ക് എത്തുക എന്നൊക്കെ ഉള്ളതാണ് ഒരാളുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്. അവർക്ക് ഒരുപാട് ആകെ എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. ഈ മാസ്ലോയുടെ തിയറിക്ക് എന്താണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ? നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിൽ ഇതിൽ ക്ലാസ് റൂമിലേക്ക് ആ തിയറി കൊണ്ട് എങ്ങനെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ള ഒരു തരത്തിൽ ചിന്തിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ അതിൽ ഒരു 5 എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. Deficiency needs of people are to be satisfied to enable them to function at a higher level of motivation. കുട്ടികൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ, അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും നീഡില്, അല്ലെങ്കിൽ ഫുഡ് ഇല്ല, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ക്ലോത്തിങ് ഇല്ല, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഇല്ല, ഇങ്ങനെ ഏതെങ്കിലും ലെവൽ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ കുട്ടിയെ സഹായിക്കണം എന്നുള്ളതാണ് 1. 2, ലുക്കിംഗ് ആഫ്റ്റർ വെന്റിലേഷൻ, ലൈറ്റിംഗ്, ഫർണിച്ചർ, അനദർ ബേസിക് അറേഞ്ച്മെന്റ്സ് ഫോർ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സേഫ്റ്റി. കുട്ടിക്ക് അത്യാവശ്യം വേണ്ട ക്ലാസ് റൂമുകള്, അല്ലെങ്കിൽ ലൈറ്റ്, ഇരിക്കാനുള്ള ഇടം, സേഫ്റ്റി, ഇങ്ങനെ വേണ്ട ഒരു പ്രൈമറി നീഡ്സ് നമ്മൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 3, ടീച്ചർ ഷുഡ് മെയിൻറ്റെയിൻ ദ റിയലിസ്റ്റിക് ലെവൽ ഓഫ് ആസ്പിറേഷൻ ബൈ പ്രൊവൈഡിങ് നീഡഡ് അസൈൻമെന്റ്സ്, എൻഷുറിംഗ് ടു ഇൻക്ലൂഡ് certain amount of success for every people. അപ്പൊ കുട്ടിക്ക് കുറെ ആസ്പിറേഷൻസ് ഉണ്ടായി കൊടുക്കുക. അഥവാ നമ്മൾ പഠിച്ചതിൽ നിന്ന് അപ്പുറത്ത് ഇനിയും പഠിക്കാനുണ്ട്, കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാനുണ്ട് എന്നുള്ള ഒരു ചിന്ത, ഒരു മോട്ടിവേഷൻ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. എൻഷുറിങ് സക്സസ് ഫോർ എവറി പീപ്പിൾ. ഓരോ കുട്ടിയിലും വിജയം ഉണ്ടാക്കുക, ഓരോ കുട്ടിയിലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ഇനിയും ആസ്പയർ ചെയ്യാണെങ്കിൽ, ഇനിയും അക്വയർ ചെയ്യാനുണ്ട്, ഇനിയും ഗെയിൻ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ചിന്ത കുട്ടികൾ ഉണ്ടാക്കുക. 4, ടീച്ചർ ഷുഡ് എൻഹാൻസ് ദ അട്രാക്ഷൻ ആൻഡ് മിനിമൈസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഗ്രോത്ത് നീഡ്സ്. അപ്പൊ കുട്ടിയിൽ ടീച്ചർ ഷുഡ് എൻഹാൻസ് ദ അട്രാക്ഷൻ, പഠനത്തിലേക്ക്, ജീവിതത്തിലേക്ക്, സ്കില്ലുകളിലേക്ക് കുട്ടിക്ക് ഒരു അട്രാക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ
അവന്റെ ലൈഫിലുള്ള ഡേഞ്ചേഴ്സിനെ മിനിമൈസ് ചെയ്യുക. ഡേഞ്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവന്റെ മെന്റൽ പ്രോസസ് ആവാം, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആവാം, നെഗറ്റീവ് തോട്ട്സ് ആവാം, അല്ലെങ്കിൽ അവന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ സേഫ്റ്റി പ്രശ്നങ്ങളായിരിക്കാം. അതൊക്കെ കുറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തു കൊടുക്കാം. 5, the curriculum should be changed and periodically revised so that it serves the vocational needs of people. അപ്പോൾ പ്യൂപ്പിളിന്റെ വൊക്കേഷണൽ നീഡ്സ്, അവർക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലേ അത് സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം, ഒരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് കരിക്കുലം റിവൈസ് ചെയ്യുക. പീരിയോഡിക്കലി കരിക്കുലം ഇങ്ങനെ റിവൈസ് ചെയ്ത് കൊടുക്കുക. പുതിയ പുതിയ ജനറേഷൻ വരുമ്പോൾ അവരുടെ നീഡ് അനുസരിച്ച് നമ്മുടെ കരിക്കുലത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. അതാണ് അവിടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് പറഞ്ഞത്. ഇനി വേറെ 2 ടേംസിനെ പരിചയപ്പെടുത്താണ്, അഥവാ ഡെഫിഷ്യൻസി നീഡ്സും ഗ്രോത്ത് നീഡ്സും. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത്തരം അതിനെന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരാണ് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡെഫിഷ്യൻസി നീഡ്സ് ആണ് നീഡ് ലൈക്ക് ഫുഡ്, സ്ലീപ്പ്, വാട്ടർ, ക്ലോത്ത്, ഷെൽട്ടർ, സേഫ്റ്റി. ഇതിലൊക്കെ എന്തെങ്കിലും കുറവുകൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ബൂസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് അറൈസിംഗ് ഫ്രം എഫിഷ്യൻസി നീഡ്സ് പ്രൊഡ്യൂസസ് ടെൻഷൻ. ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കുട്ടിക്ക് കഴിയാതെ വരും, ടെൻഷൻ ഉണ്ടാവാം, ആ കുട്ടിക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം. അപ്പൊ അത് നമ്മൾ നികത്തി കൊടുക്കണം, അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കണം. ദെൻ നീഡ്സ് ആർ കോമൺ ടു ഓൾ ഇൻഡിവിജ്വൽ. ഇത്തരത്തിലുള്ള ഈ കുറവുകൾ കുട്ടികൾക്ക് നിർബന്ധമായി എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്തിന് ഇങ്ങനെ നിറവേറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ദെൻ അതേഴ്സ് ഹെൽപ്പ് മേ ബി റിക്വയർഡ്. ചിലപ്പോൾ കുട്ടിക്ക് സെൽഫ് ആയിട്ട് കുട്ടിക്ക് വായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം അറ്റൈൻ ചെയ്യാൻ പറ്റൂല എങ്കിൽ അവന് ഏബിൾ ആയ അവന് ഫ്രണ്ട്സ്, അവന് വേണ്ട സ്കഫോൾഡിങ് മെന്റേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ദെൻ നീഡ്സ് ക്യാൻ ബി ഫുൾഫിൽഡ് കംപ്ലീറ്റ്ലി ബട്ട് മേ റീഒക്യൂർ. ചിലപ്പോ അവൻ ഒരു പ്രാവശ്യം അവന്റെ നീഡ് അവൻ മീറ്റ് ചെയ്തു, ഫുൾഫിൽ ചെയ്തു. ഒരു ഉദാഹരണം, ഫുഡ്, അവന് ഒരു ദിവസം ഫുഡ് കിട്ടി, അടുത്ത ദിവസം വീണ്ടും ഫുഡിന് ആവശ്യം വരും. അല്ലെങ്കിൽ ഷെൽട്ടർ കിട്ടി, തൽക്കാലം വാടക വീട്ടിലാണ്, വീണ്ടും അത് എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടുന്ന് മാറേണ്ടി വരും, അപ്പൊ പുതിയ വീട് കണ്ടെത്തേണ്ടി വരാം. അത്തരത്തിലുള്ള അവന്റെ നീഡ്സ് വീണ്ടും റീഒക്യൂർ ചെയ്യാം. അപ്പൊ അതും കൂടി നമ്മൾ മീറ്റ് ചെയ്യണം എന്നാണ്. ദെൻ നീഡ്സ് ആർ സെൽഫിഷ് ഇൻ നാച്ചുറൽ. പലപ്പോഴും നീഡ്സുകൾ ഓരോരോ സെൽഫുകൾക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അവർ സ്വയം ആവശ്യങ്ങളാണ്. എങ്കിൽ സെൽഫിഷ് ആണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആക്കി പറഞ്ഞതല്ല. ദാറ്റ് മീൻസ് ഓരോരുത്തരുടെയും ആവശ്യങ്ങളായിട്ട് വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് മീറ്റ് ചെയ്യണം. Then growth needs like love, affection, self-esteem, achievement, self-realization. ഇത് അവർക്കൊരു സെക്കൻഡറി നീഡ് ആയിട്ടൊക്കെ വരുന്നതാണ്. അഥവാ കുറച്ചധികം ഒരു സ്നേഹം കിട്ടണം, അഫെക്ഷൻ ഉണ്ടാവണം, സെൽഫ് എസ്റ്റീം ഉണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി ടീച്ചർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. ദെൻ പ്രൊഡക്റ്റീവ് ആൻഡ് പ്ലസന്റ് ഫോം ഓഫ് ടെൻഷൻ. പോസിറ്റീവ് ടെൻഷൻ കുട്ടികൾ ഉണ്ടാക്കണം, അത് വളർത്തി കൊണ്ടുവരണം. ലീഡ് ടു ഫർദർ ഡിസയർ ഫോർ ഫുൾഫിൽമെന്റ് ആൻഡ് ആർ കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ്. അപ്പൊ കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും ആ ഒരു പോസിറ്റീവ് ടെൻഷൻ കുട്ടികളെ സഹായിക്കും. അതെന്ത് ചെയ്യണം, നമ്മൾ അറൗസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഫുൾഫിൽമെന്റ്, അവരുടെ ഓരോരോ നീഡുകൾ ഇങ്ങനെ ഫുൾഫിൽ ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണം. ദ നീഡ്സ് ഡിഫർ ഫോർ ഇൻഡിവിജ്വൽസ്. ഓരോ കുട്ടിന്റെയും ആവശ്യങ്ങൾ ഉണ്ടാവും, വ്യത്യാസപ്പെട്ടിരിക്കും. ആൻഡ് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് മോസ്റ്റ് ഓട്ടോണമസ്ലി. ഓട്ടോണമസ് ആയി കുട്ടി സ്വയം ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ്. അവർ സെൽഫ് മോട്ടിവേറ്റഡ് പഠിക്കുക എന്നുള്ളതാണ്. അവന് വേണ്ട ഫുഡ് അവർ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സേഫ്റ്റി അവർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റില്ല. കുട്ടികളെ അത് സ്വയം നേടാൻ പ്രാപ്തരാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ദ നീഡ്സ് ആർ കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ്. നമുക്കറിയാം മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ അവസാനിക്കലില്ല. ഗ്രോത്ത് നീഡ്സ് അഥവാ അവർക്ക് വീണ്ടും ഇങ്ങനെ ഒരുപാട് പഠിക്കണം, പഠിച്ചാൽ ഇനിയും പഠിക്കണം, ഒരു കോഴ്സ് ചെയ്ത് അടുത്ത കോഴ്സ് ചെയ്യണം, അങ്ങനെ ആവശ്യങ്ങൾ നീണ്ടുകൊണ്ടിരിക്കും. നീഡ്സ് ബിലോങ് ടു എ ഹയർ പ്ലേസ്. അഥവാ എപ്പോഴും നീഡ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലേസിലേക്ക് പോകണം, കിട്ടിയതിന്റെ നെക്സ്റ്റ് ലെവൽ കിട്ടണം എന്നുള്ളതായിരിക്കും ഓരോരുത്തരുടെയും നീഡ്സ്. ഹലോ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിലേക്ക് കുട്ടികൾ ഉണ്ടോ നോക്കാന്, അല്ലെങ്കിൽ അവർ ആക്റ്റീവ് ആണോ നോക്കാനൊക്കെ നമ്മളൊരു ഹലോ എന്ന് പറയുമ്പോൾ അവരോട് ഹായ് എന്ന് പറയാ, നമ്മൾ ഹായ് എന്ന് പറയുമ്പോൾ അവരോട് ഹലോ പറയാ. അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്ക് നമ്മുടേതായ സെൻസ് ഉണ്ടാക്കാം. ആർ യു ദേർ എന്ന് ചോദിക്കുക. അപ്പൊ അവർ പറയണം വി ആർ ഹിയർ എന്ന് പറയണം. അങ്ങനെ വേണം ഉണ്ടാക്കാം. ദെൻ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം. ആ സമയത്ത് വി ആർ ഫൈൻ അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു എന്ന് തിരിച്ചു ചോദിക്കാൻ പറയാം. ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിനെ ഒന്ന് തൽക്കാലം പോസ് ചെയ്തിട്ട്
എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. എങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിന് ഇങ്ങനെ ബോറടിക്കാത്ത ക്ലാസ് ആയി കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോ ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്തെങ്കിലും കൊടുക്കണം. അതെന്തെങ്കിലും ഒരു കുട്ടിന്റെ നമ്മളൊരു എക്സ്പീരിയൻസ് പറയലാവാം, അല്ലെങ്കിൽ വെറുതെ ഒരു തമാശ രൂപത്തിൽ എന്തെങ്കിലും എടുക്കലാവാം, ഉറങ്ങുന്ന ഒരാളെ എണീപ്പിക്കലാവാം, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് വീണ്ടും ഒന്നുകൂടി പറയിപ്പിക്കലാവാം, അല്ലെങ്കിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ വ്യൂ, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കലാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് കുട്ടികളെ ഇങ്ങനെ മേക്കിംഗ് ദം ആക്റ്റീവ് ഓർ സസ്റ്റൈനിങ് ദം ആക്റ്റീവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്താല് നമ്മുടെ ക്ലാസ് ബോറിംഗ് ഇല്ലാതെ പോകും. നമ്മൾ ചില മോട്ടിവേഷൻ ക്ലാസ്സും ചില ക്ലാസ്സസ് കാണുമ്പോൾ പറയില്ലേ, ഓ 2 മണിക്കൂറായി, ഇതുവരെ 2 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ പറയില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അതിനവരെന്താ ചെയ്യണ അറിയോ? ആളുകളെ ബോറടിപ്പിക്കാതൊക്കെ വേണ്ടി അവരെന്താ ചെയ്യണ അറിയോ? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലാസ്സിൽ ഒരു 20 മിനിറ്റ് മാക്സിമം അരമണിക്കൂർ, ഓരോ അരമണിക്കൂറിലും അവരെന്ത് ചെയ്യുന്ന അറിയോ? പുതിയ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ടിപ്പ്, ഒരു ആക്ടിവിറ്റി, ഒരു ഗെയിം അവര് കളിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അവർ പറയും, അല്ലെങ്കിൽ നിങ്ങളെ ചിന്തന ഉണർത്താൻ എന്തെങ്കിലും ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു കോട്ട് നമുക്ക് തരും. അങ്ങനെയാണ് അവര് ക്ലാസ്സിനെ ലൈവ് ആക്കി കൊണ്ടുപോവുക. ഓക്കെ, യെസ് സർ എന്ന് പറയൂ. ഈ ക്ലാസ്സിൽ എത്രങ്ങാനും ആളുകളുണ്ട്? 10-15 ആള്, 18 ആളുകളുണ്ട്. അവരൊക്കെ ഒരു എസ് പറഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും? നല്ല രസമുണ്ടാവും. ഇപ്പൊ കുറെ ആളെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത അറിയോ? പിന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, ഇങ്ങനെ എസ് ആർ എന്ന് പറഞ്ഞ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാനെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പ്രൊഫൈൽ പിക്ക് മാറ്റിയിട്ട് യെസ് ആക്കണോ? വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ നമ്മൾ ചെറുതല്ല, അല്ലെങ്കിൽ ഇനി എസ് ആർ എന്നൊക്കെ പറയണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? എന്താണ്? ഈ ലിങ്കിൽ കയറുന്ന കാലം മുഴുവൻ നിങ്ങൾ വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇതില് അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, വേറെ പിന്നെ നല്ല പ്രൊഫഷനിൽ പോകുന്ന ആളൊക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷെ ഈ ലിങ്കിൽ കയറിയാൽ യു ആർ എ സ്റ്റുഡന്റ്, അല്ലേ? പണ്ടിങ്ങനെ എസ് ആർ കുറെ കേട്ടിരുന്നു, ഇപ്പൊ വല്ലാതെ കേൾക്കില്ല. അപ്പൊ ഓക്കെ, ഇതൊക്കെ യൂട്യൂബിൽ വരൂലേ സാറേ? തീർച്ചയായിട്ടും. അതാണ് സാർ, അതാണ് ഭയങ്കര ബോറ്. അതുകൊണ്ട് പിന്നെ മറന്നു ഇത് പിന്നെ ഓക്കെ, അത് സാറില്ല, അത് മൈൻഡ് ആക്കണ്ടെന്ന്. അവര് ലൈവില് വരാത്ത ആളുകളൊക്കെ കേൾക്കട്ടെ. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഴ്സ്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻക്ക് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഉണ്ട്? ഇതിൽ ആരെങ്കിലും സെൽഫ് ആക്ച്വലൈസേഷൻക്ക് എത്തിയ ആൾക്കാരുണ്ടോ? ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്റെ ലൈഫ് കിട്ടി, എനിക്ക് ഒന്നും ആഗ്രഹമൊന്നുമില്ല, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോ അവരെന്താവില്ല അറിയോ? നല്ല നമ്മളെ മജ്ജയും മാംസമുള്ള മനുഷ്യന്മാരാവില്ല ചിലപ്പോ, അല്ലെ? അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ആഗ്രഹങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവോ? അങ്ങനെ അങ്ങ് ജീവിച്ചു പോവാന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഓക്കെ. ഈ ആഗ്രഹത്തിന്റെ ഏറ്റവും അങ്ങേ തല എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഈ പണ്ട് ഈ ഫോണിലൊക്കെ വന്നൊരു സാധനമാണ് ആഗ്രഹത്തിന്റെ അങ്ങേ തല, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ്, അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് ആഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെ ആ സാധനം എന്താ അറിയോ? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? അങ്ങനല്ലടോ. ഈ ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻസിഡന്റ്, ഓക്കെ, ആ ഇൻസിഡന്റ് അതാണ് ആഗ്രഹത്തിന്റെ അങ്ങേ തല. ഓന്റെ ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിന് പറയാൻ കഴിയും നമുക്ക്? അഥവാ മടിയുടെ ഏറ്റവും എൻഡ്, ഏറ്റവും അങ്ങേതല, അതായത് നാണത്തിന്റെ ഏറ്റവും അങ്ങേതല, അങ്ങനെയൊക്കെ പറഞ്ഞ് ആഗ്രഹങ്ങളുടെ ഏറ്റവും അങ്ങേതല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സംഭവം റീൽ ഉണ്ടായിരുന്നു ഇന്നലെ ഇൻസ്റ്റയില്. റീൽ ഉണ്ടായിരുന്നോ? മരണപാടെന്ന് പറഞ്ഞിട്ട്. മരണോ? ഓക്കെ, പണ്ട് നമ്മൾ ഈ ഫോണൊക്കെ വാട്സപ്പ് വരുന്നതിന് മുമ്പേ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ലേ? SMS.
ആ അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ friends ആയിട്ട് വന്ന ഒരു സാധനം ഇരുന്നത്. മടിയുടെ ഏറ്റവും അങ്ങേത്തല എന്ന് പറഞ്ഞിട്ടേ എന്തിനറിയോ, നമ്മള് ഇതിന് പോലെ ജോഗിന് പോലെ നടക്കാൻ പോലെ അങ്ങനെ നടക്കാൻ പോയ ആള് ലിഫ്റ്റ് ചോദിക്കുക. അതാണ് അത്ര മടിയുടെ ഏറ്റവും അങ്ങേത്തല. ഇത് തമാശയാണ്, ഇത് സയന്റിഫിക് ഒന്നുമല്ല കേട്ടോ. ഇതേപോലെ ഈ സെൽഫ് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ അങ്ങേയറ്റം എന്താന്ന് വെച്ചാല് 90 വയസ്സുള്ള ഒരു കിളവി പണ്ടൊക്കെ സിം എടുക്കുമ്പോഴേ വാലിഡിറ്റി ചോദിക്കും. ലൈഫ് ടൈം വാലിഡിറ്റി വേണോ, ഒരു വർഷത്തേക്ക് വേണോ, അങ്ങനെയൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ 90 വയസ്സുള്ള ഒരു കിളവി ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള സിം എടുക്കാം. അപ്പൊ പിന്നെ മരിച്ചുപോലല്ലോ. അല്ല, മരിച്ചു പോകും. കാരണം ഇനി ഒരുപാട് കാലം ജീവിക്കുന്ന പ്രതീക്ഷയാണല്ലോ. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ സെൽഫ് ആക്ച്വലൈസേഷന്റെ അവസാനം എന്താന്നൊക്കെ ഒന്ന് കണ്ടെത്തി വരും അടുത്ത ക്ലാസ്സിക്ക്. ഒരു ഓവർക്ക് ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമ്മളില്ലേ SMS-ന്റെ കാലത്തുള്ള സാധനമൊക്കെ ഞങ്ങൾ എവിടുന്ന് അപ്പനാ? അത് ശരിയാണല്ലേ, അതിന്റെ തെറ്റ് പറ്റിയാണ്. സോ പിന്നെ സെൽഫ് ആക്ച്വലൈസേഴ്സ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ സ്വഭാവം ഒന്ന്, ഹി ഹാസ് എ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഓപ്പോസിറ്റ് ഡിറ്റാച്ച്മെന്റ്. നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ പിടിച്ചെടുത്തുന്നതും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ അത് വേണം ഇത് വേണം, ഒരു ഫോൺ വാങ്ങിയാൽ പുതിയ ഫോൺ വേണം, അത് വാങ്ങിയാൽ ഐഫോൺ വേണം, അല്ലെ, അങ്ങനെ കുറെ അറ്റാച്ച്ഡ് ആണ്. നമ്മൾ എല്ലാത്തിനോടും അറ്റാച്ച്ഡ് ആണ്. വണ്ടി വേണം, അത് വേണം. ഇതിനോടൊക്കെ ഒന്ന് ഇങ്ങനെ മാറി വേണമെങ്കിൽ എനിക്ക് ഇനിയിപ്പോ ഫോണിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇനി പുതിയ വീട് ആവശ്യമില്ല. അങ്ങനെ ഒരു ഡിറ്റാച്ച്മെന്റ് അവർക്ക് ഉണ്ടാവും എന്നാ പറയണേ. കാരണം എല്ലാവരും ഇനിയും കിട്ടണം എന്നുള്ളത് ആഗ്രഹിച്ചാല് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്താൻ കഴിയില്ല. ഉള്ളത് കൊണ്ടൊക്കെ മതി എന്ന് ചിന്തിച്ചാൽ എത്താൻ കഴിയും. 2, ആക്സെപ്റ്റ് ഹിംസെൽഫ് ആൻഡ് അതേഴ്സ്. സ്വന്തത്തെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ അടിപൊളിയാണ്, ഓക്കെ ആണ്. ഞാൻ മാത്രമല്ല, ചുറ്റുമുള്ള ആളുകളൊക്കെ അടിപൊളിയാണ്, അവരൊക്കെ കുഴപ്പമില്ല, എല്ലാവർക്കും അവരവന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്, എല്ലാവരെയും ഞാൻ അംഗീകരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരിക. ഈ ഡിറ്റാച്ച്മെന്റ്, സെൻസ് ഓഫ് ഡിറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ അവിടെ? ഒന്നും വേണ്ട, എനിക്കങ്ങനെ ഒന്നിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. അപ്പൊ പിന്നെ ജീവിക്കാൻ എന്താ സുഖം? സുഖമില്ല അല്ലെ. പിന്നെ ഇതുണ്ടോ? ആക്സെപ്റ്റ് ഹിംസെൽഫ് ആൻഡ് അതേഴ്സ്. എല്ലാവരും അംഗീകരിക്കും, ആർക്കൊരു കുറ്റമൊന്നുമില്ല. എല്ലാവരും ഓനും ഉഷാറാണ്, ഓൻ ഉഷാറാണ്, എല്ലാവരും ഉഷാറാണ്, ഞാൻ ഉഷാറാണ്. ഹിംസെൽഫ് ആൻഡ് അതേഴ്സ് അങ്ങനെ ആരെങ്കിലും? അങ്ങനെയല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എന്നാലും ആരെങ്കിലും കുറ്റം പറയില്ലേ? കുറ്റം അങ്ങനെ ഇല്ല, കുറവാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചു ബുദ്ധി കുറഞ്ഞു പോയി അല്ലേ? കുറഞ്ഞതല്ല, കൂടിയതായിരിക്കും. കാരണം മറ്റുള്ളവരെ ജയിക്കാൻ മാത്രം നമ്മള്. പിന്നെ 3, ഹീസ് ഡെമോക്രാറ്റിക് ഇൻ ഔട്ട്ലുക്ക്. ഒരു ഡെമോക്രാറ്റിക് ഔട്ട്ലുക്ക് ഉണ്ടാവുക, അഥവാ എല്ലാവർക്കും നീതി കിട്ടട്ടെ, എല്ലാവരും അംഗീകരിക്കട്ടെ. ദാറ്റ് മീൻസ് ഡെമോക്രസി ഉണ്ടല്ലോ, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാം. 4, ബിഹേവിയർ ഈസ് പ്രോബ്ലം സെന്റേർഡ്. ദാറ്റ് മീൻസ് അഥവാ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെങ്ങനെ സോൾവ് ചെയ്തിട്ടും അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, അത് സോൾവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ. അഥവാ എന്താണെങ്കിലും അത് കൃത്യമായി സോൾവ് ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് പോവുക. 5, ഷോസ് എ ഹൈ ഡിഗ്രി ഓഫ് സ്പോണ്ടേനിറ്റി. അഥവാ എല്ലാതും നമ്മളിപ്പോ ഒരു വളരെ സ്പോണ്ടേനിയസ് ഒക്കെ ആയിട്ടുള്ള ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അതല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ട് ഇത് കഴിഞ്ഞാൽ അടുത്തത്, ഒരു കൃത്യമായിരിക്കും ഒരു ലൈഫ്. എല്ലാത്തും ഇങ്ങനെ ഒരു ഓർഡേർഡ് ആയിരിക്കും എന്നൊക്കെ പറയാം. 6, അറ്റ് ടൈംസ് ഹി ഷോസ് മിസ്റ്റിസിസം. അഥവാ എല്ലാത്തിനും ഒരു പ്രത്യേകതരം കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ഓൻ പറഞ്ഞ അത് വിശ്വസിച്ച്, ഇവൻ പറഞ്ഞ ഇത് വിശ്വസിച്ച്, അങ്ങനെയൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് ഒരു മിസ്റ്റിക് ആയിരിക്കും, ഒരു മിസ്റ്റിസിസം അവരുടെ ലൈഫിൽ ഉണ്ടാവും എപ്പോഴും. അതേപോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റി, അങ്ങനത്തെ വിശ്വാസങ്ങളും അതൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. 7, ഐഡന്റിഫൈസ് വിത്ത് മാൻകൈൻഡ്. എപ്പോഴും മനുഷ്യന്മാരെ മനസ്സിലാക്കുക, മനുഷ്യനാണല്ലോ എന്നൊക്കെയുള്ള കുറച്ച് ചിന്തകള്. 8, ഡെവലപ്സ് എ ഡീപ് ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് അതേഴ്സ്. എപ്പോഴും ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ, അഥവാ 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്ട് ആയിരിക്കും, നല്ല ബന്ധമായിരിക്കും. ആരും അങ്ങോട്ട് കുറ്റം പറയില്ല, അങ്ങോട്ട് കുറ്റം പറയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കില്ല. 9, ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് മീൻസ്. അഥവാ എല്ലാത്തിലേക്കുള്ള വഴിയും അതിന്റെ അവസാനവും കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ പോയാൽ ഇതിങ്ങനെ ആവും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതിന്റെ അവസാനം എങ്ങനെയാണ്. അഥവാ വഴികൾ കൃത്യമായിട്ട് അതിന്റെ ഒരു മാർഗവും അതിന്റെ ഒരു അവസാനവും ഒക്കെ അവർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനും പറയാനൊക്കെ പറ്റും. 10, അപ്രിഷിയേറ്റ് ബേസിക് ഗുഡ് ഓഫ് ലൈഫ് വിത്ത് കണ്ടിന്യൂഡ് ഫ്രഷ്നെസ് ആൻഡ് പ്ലഷർ.
എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷം, അതിനൊരു ബേസിക് നന്മകളൊക്കെ കീപ്പ് ചെയ്ത് ഒരു ഹാപ്പി ആയിരിക്കാൻ ശ്രമിച്ച് ഒരു ഫ്രഷ് ആയി മുന്നോട്ട് പോകാനൊക്കെ ഇങ്ങനെ ശ്രമിക്കും. ഈ നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ഈഗോ സെൻട്രിക് ആവുക, അല്ലെങ്കിൽ ക്വീന്ത് കീബർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കാതെ എല്ലാം ഒഴിവാക്കി ഫ്രഷ് ആയിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. ദെൻ ക്രിയേറ്റീവ് ആയിരിക്കും, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും. ദെൻ ഹി ഹാസ് എ സെൻസ് ഓഫ് ഹ്യൂമർ, തമാശകൾ പറയാനും തമാശകൾ എൻജോയ് ചെയ്യാനും പറ്റും. ദെൻ ഹീസ് നോൺ കൺഫർമിസ്റ്റ്, അഥവാ ഒന്നിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കണമെന്നില്ല, കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം എന്തിലൊക്കെ വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്തിൽ നിൽക്കണം, എന്തിൽ നിൽക്കണ്ട എന്നൊക്കെ ഉള്ളത്. അത് ഹി ഷോ സഫീഷ്യന്റ് പെർസെപ്ഷൻ റിയാലിറ്റി ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഇറ്റ്. റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരാൾ മരിച്ചു, ഓക്കെ അദ്ദേഹം മരിച്ചു പോയി, ഇനിയിപ്പോ അതിന് ഒരുപാട് സങ്കടപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളിടത്താണ്. അതല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ഇത് കിട്ടി, അപ്പൊ ഓക്കെ ഇത് എനിക്ക് കിട്ടിയതാണ്, ഇറ്റ് ഇസ് മൈൻ. റിയാലിറ്റി എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ശരിക്കും നമുക്ക് കഴിയാത്ത ഒരു സാധനമാണ് റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കഴിവുണ്ടോ? എന്തുവാണെങ്കിലും അത് റിയൽ ആണ്, ഇതാണ് റിയാലിറ്റി, ഓക്കെ ഐ അക്സെപ്റ്റ് ഇറ്റ് എന്ന ഒരു സാധനം വരാറുണ്ടോ? ആ മൊമെന്റ് വരില്ല, കുറച്ച് ഒരു ദിവസമൊക്കെ എടുത്താൽ മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞിട്ട് വരും അല്ലേ? അല്ല, കുറെ ആളുകൾക്ക് അത് ആ സമയത്ത് വരില്ല, അങ്ങനത്തെ അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അപ്പൊ അത് അവിടെ കഴിഞ്ഞു കേട്ടോ. മാസ്ലോന്റെ തിയറിന്റെ ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു വേറൊരു ടോപ്പിക് ആണ് ദ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. അഥവാ നമുക്ക് എന്താ ഈ ആസ്പിറേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ആസ്പിറേഷൻ എന്ന വാക്കിന് അർത്ഥം എന്താ? അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ആസ്പിറേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് സാധനം? നമുക്ക് ഏതെങ്കിലും കാര്യം നേടാനുള്ളൊരു ത്വര, ഒരു ഡിസയർ അല്ലേ, ഒരു ആഗ്രഹം, ഒരു ത്വര എന്നൊക്കെ പറയാൻ പറ്റും. സോ ഫ്രാങ്ക് എന്നുള്ള ഡിഫൈൻ ഇതാണ്: ദ ലെവൽ ഓഫ് ഫ്യൂച്ചർ പെർഫോമൻസ് ഇൻ എ ഫെമിലിയർ ടാസ്ക് which an individual, knowing his level of past performance in the task, explicitly undertakes to reach. അഥവാ ഒരാൾക്ക് ഒരു പെർഫോമൻസ് എന്ത് ചെയ്യണം, കൂട്ടണം, മുന്നോട്ട് കൊണ്ടുപോകണം. അദ്ദേഹത്തിന്റെ പാസ്റ്റ് പെർഫോമൻസ് എന്താണെന്ന് അറിയാം. അവിടെ ഒന്നുകൊണ്ട് ഒരു പുതിയ റീച്ചിലേക്ക്, ഒരു പുതിയ പെർഫോമൻസിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അഥവാ നമ്മുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണെന്നാണ് ഫ്രാങ്ക് പറഞ്ഞത്. Hope പറഞ്ഞത് the degree of accomplishment consciously is driven after by an individual. അഥവാ ഒരു അക്കംപ്ലിഷ്മെന്റ്, ഒരു നേട്ടം കോൺഷ്യസ്ലി സ്ട്രിവൺ, അദ്ദേഹം വളരെ ബോധപൂർവം ഒരു പുതിയ നേട്ടത്തിലേക്ക് എത്തുന്ന ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്രോസസ്. ഓക്കെ, സോ ഇവിടെയാണ് ആസ്പിറേഷൻ ഈസ് ഇക്വൽ ടു എ ലിറ്റിൽ അബവ് ദെയർ പ്രസന്റ് ലെവൽ ഓഫ് പെർഫോമൻസ്. നിലവിൽ പെർഫോം ചെയ്യുന്നതിന്റെ മുകളിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യണതാണ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ പീപ്പിള് എന്ത് ചെയ്യും, അങ്ങനെ ആസ്പയർ ചെയ്യും. അബ്നോർമൽ പീപ്പിൾ ആണെങ്കിലോ എക്സസീവ് ഫിയർ ഓഫ് ഫെയിലിയർ. അവരെന്താ വെച്ചാല് ഇല്ല, ഇനി മുന്നോട്ട് പോയാൽ നടക്കൂല, ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അബ്നോർമൽ പീപ്പിൾ. അപ്പൊ ഇനിയും നമുക്ക് ശരിക്കും മനുഷ്യന്റെ കഴിവുകൾക്ക് ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആസ്പിറേഷൻ വേണം, ഒരു മോട്ടിവേഷൻ വേണം, ഒരു ഗോള് വേണം, അപ്പൊ മുന്നോട്ട് പോകാൻ. ഇനി ഇവിടെ 2 പോപ്പുലർ മെഷേഴ്സ് യൂസ്ഡ് ഇൻ ആസ്പിറേഷൻ ആണ്. നിങ്ങൾക്ക് ഒന്ന് ഗോൾ ഡിസ്ക്രിപ്പൻസി ആണ്. അവിടെ പ്രസന്റ് ആസ്പിറേഷൻ മൈനസ് പ്രീവിയസ് അറ്റൈൻമെന്റ്. ഇതൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തതാണ്. അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിച്ച് ഇതാക്കണ്ട, കാരണം പിന്നെ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല. ദെൻ അറ്റൈൻമെന്റ് ഡിസ്ക്രിപ്പൻസി, ദാറ്റ് മീൻസ് പ്രസന്റ് അറ്റൈൻമെന്റ് മൈനസ് പ്രീവിയസ് അറ്റൈൻമെന്റ്. അതിന്റെ കൂടുതലൊരു ഡെഫിനിഷൻ മാത്രമാണ്, അതിലൊരു കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടുന്നില്ല കേട്ടോ. ഈ ആസ്പിറേഷൻ അല്ലെങ്കിൽ ആസ്പിറേഷൻ എന്ന് പറഞ്ഞ ചെറിയ ടേം മാത്രം കേട്ടോ, അത് അവിടെ ഒരു ചെറിയ ടേം ആയിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഇവിടെ 2 തരം മോട്ടിവേഷൻസ് പറയുന്നുണ്ട്, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതാണ്, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ഉള്ളതാണ്. 2 തരം മോട്ടിവേഷൻ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണമെന്നാണ്. അപ്പോ ഇതിൽ ആദ്യം എക്സ്ട്രിൻസിക് ആണ് കൊടുത്തത്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. റൈറ്റ്, കൺസിസ്റ്റ് ഓഫ് മണി, ടോയ്, സ്വീറ്റ് എക്സെട്ര. ഒരാൾ നമ്മോട് പൈസ തരാം, ഇത് ചെയ്യൂ, അല്ലെങ്കിൽ എനിക്കൊരു ഫുഡ് വാങ്ങി തരാം, ഇത് ചെയ്യൂ, പുറമേ നിന്നുള്ളൊരു മോട്ടിവേഷൻ ആണ്. അവിടെ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി അവിടെ ഉണ്ടാവും. അതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് ആവുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഓൾ മോട്ടിവേഷൻസ് ആർ ഇൻട്രിൻസിക്, ആർ ഇൻട്രിൻസിക്. നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാതും ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ ഭാഗമാണ്.
ഇൻഹറന്റ് ആക്ടിവിറ്റിയാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളായിട്ട് കൊണ്ടുവന്ന് വെച്ച ഒരു പ്രവർത്തനമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടാസ്ക് ലീഡ്സ് ടു എ ഗോൾ. നമ്മുടെ ഒരു പ്രവർത്തനം അത് ലക്ഷ്യത്തിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു ചേതോ വികാരമാണ് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. സോ പെർഫോം ഫോർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയി ഒരു സെൽഫ് മോട്ടിവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ രണ്ട് തരം മോട്ടിവേഷൻസിനെ ഇതിൽ പറയുന്നു, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇനി ഇങ്ങനെ ഒരു എക്സ്ട്രിൻസിക്കോ അല്ലെങ്കിൽ ഇൻട്രിൻസിക്കോ ആയ മോട്ടിവേഷൻ ഉണ്ടായാൽ എന്താണ് മെറിറ്റ് ലിമിറ്റേഷൻ എന്നാണ്. ഇത് ശരിക്കും വളരെ കുറച്ച് ഒരു 2-3 മെറിറ്റ്സ് ലിമിറ്റേഷൻ ഇത് കൊടുത്തുള്ളൂ. ഇവിടെ ആകെ 3 പോയിന്റ് ഉള്ളൂ. ശരിക്കും നമുക്കിതിങ്ങനെ ഞങ്ങളൊക്കെ പേര് കൊടുക്കുമ്പോൾ കുറെ സംഭവം ഉണ്ടായിരുന്നു. ഇതിനൊരു 10-15 മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സിലബസിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര മാത്രം കൊടുത്തിട്ടുള്ളൂ. ഒന്ന് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് മോട്ടീവ്സ് ടു സ്റ്റഡി വെൽ. ദാറ്റ് മീൻസ് അതിന്റെ ഒരു മെറിറ്റ് ആണ്. നമുക്കൊരു റിവാർഡ്സ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, പഠിക്കാൻ പറ്റും. അതുപോലെ ചില സമയത്ത് പണിഷ്മെന്റും എന്ത് ചെയ്യും, അതൊരു മോട്ടീവാണ്. ഓക്കെ, എംഫസിസ് ലീഡ് ടു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ബട്ട് ഓവർ എംഫസിസ് ലീഡ് ടു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓവർ ആയാല് റിവാർഡും പണിഷ്മെന്റ് ആയാലും ഇതൊക്കെ ഒരു പാകത്തിനേ പറ്റുള്ളൂ എന്നാണ്. ഓവർ ആയാൽ അത് എന്ത് ചെയ്യും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കും, അത് തെറ്റായ ഇതിലേക്ക് പോകും. നമ്മൾ ഒരാൾക്ക് ഒരു ഉദാഹരണം പറയാം കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തരാൻ പറഞ്ഞു, പഠിച്ചു വന്നാല് മിഠായി തരാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും, പഠിച്ചു തരും. അങ്ങനെ നമ്മൾ അവർ മിഠായി കൊടുക്കുന്നത് ഇങ്ങനെ കുറെ ഓവർ ആക്കിയാല് പിന്നെ എന്ത് ചെയ്യില്ല, അവര് പഠനത്തിൽ നിന്നൊക്കെ മാറി അവർ മിഠായിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. പണിഷ്മെന്റ് ആണെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം ഒരു കുട്ടി ഒരു ഹോംവർക്ക് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കൊടുത്ത്, നാളെ വീണ്ടും ഹോംവർക്ക് ചെയ്തില്ല, വീണ്ടും കൊടുത്ത്, 2.5 കൊടുത്ത്, അങ്ങനെ ഫുള്ള് തല്ലായാല് അവസാനം കുട്ടി എന്ത് ചെയ്യും, ഏതായാലും തല്ലാണ്, ഇനിയിപ്പോ എന്താ തല്ലിപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആ പ്രവൃത്തി ചെയ്യാതെ വരും. ആ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ റെഡി ആയിട്ട് ആ കുട്ടി വരും. അപ്പം രണ്ടും എന്തും ഓവറായ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ, അധികമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞ പോലെ രണ്ടും ഓവറായാൽ പ്രശ്നമാണ്. ഓക്കെ, ദെൻ ഡെവലപ്ഡ് ആൻ ഇൻവോൾവ്മെന്റ്. ഇങ്ങനെ നമ്മള് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ത് കൊടുക്കുകയാണെങ്കിലും അതിനൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് അവരുടെ ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ ഇൻട്രിൻസിക്കലി അറ്റാച്ച്ഡ് ടു ദ ടാസ്ക്. ഒരാൾക്ക് മോട്ടിവേറ്റഡ് ആവാന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരാള് ഒരു കാര്യം ചെയ്യാൻ റെഡി ആവാന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക്കലി അഥവാ ഇന്റേണലി അദ്ദേഹം ഹീസ് റെഡി ടു ഡു ദ ടാസ്ക്, ആ പ്രവർത്തനം ചെയ്യാൻ റെഡി ആണെന്നുള്ളതാണ്. അപ്പൊ ഇതിലൊരു വളരെ കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് ടീച്ചേഴ്സിനുള്ളതാണ്. നമ്മുടെ ക്ലാസ് റൂം അപ്ലിക്കേഷൻ ആണ്. എങ്ങനെയാണ് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? 8 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നിർബന്ധമായിട്ട് 8 കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണേ. ഒന്ന്, റിവാർഡ്സ് മേ ഓപ്പറേറ്റ് ഇഫക്റ്റീവ്ലി. ഒന്ന്, റിവാർഡുകൾ കൊടുക്കുക. അഥവാ ഒരു കുട്ടിക്ക് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ആ കുട്ടിനെ അംഗീകരിക്കുക, സമ്മാനം കൊടുക്കുക. 2, സ്റ്റുഡൻസ് ക്യാൻ റിലേറ്റ് ലേൺഡ് നോളജ് ടു പ്രാക്ടിക്കൽ. കുട്ടിക്ക് എപ്പോഴും ഒരു കണ്ടന്റ് പഠിപ്പിച്ചു കൊടുത്താല്, ലേൺ ചെയ്ത് കൊടുത്താല് ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് എന്തിനാണ് നമ്മൾ പഠിച്ചത്, ഇതിന്റെ ഒരു ലൈഫ് അപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. അതൊരു മോട്ടിവേഷൻ ആണെന്നാ പറയണേ. 3, ഫീഡ്ബാക്ക് മേക്സ് ലേണേഴ്സ് മോട്ടിവേറ്റഡ്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. അതും ഏറ്റവും നല്ലത് പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ കൂടുതലും നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ കുറച്ചും കൊടുക്കുക. ഒരാൾ ക്ലാസ്സിൽ വളരെ അറ്റൻറ്റീവ് ആയിരുന്നു, അന്ന് പോകുമ്പോൾ പറയാ, ഇന്ന് ഈ ക്ലാസ്സിൽ ഫുൾ അറ്റൻറ്റീവ് ആയിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി, തുറന്ന് പറയാ എന്നുള്ളതാണ്. നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴേ പോസിറ്റീവ് സ്ട്രോക്ക് എന്നൊക്കെയാണ് പറയാം. ഇങ്ങനെ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കേണ്ടത് അവന്റെ പേഴ്സണാലിറ്റിക്കാണ്, ആ വ്യക്തിയിലേക്കാണ്. നെഗറ്റീവാണ്, ഒരാളെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് കൊടുക്കേണ്ടത് അവന്റെ പ്രവർത്തനത്തിലേക്കാണ്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ചേർന്നേരോ? എക്സാമ്പിൾ പറഞ്ഞാ, ക്ലാസ്സിൽ ഫാത്തിമ ഭയങ്കരമായിട്ട് റെസ്പോൺസ് തരുന്നു. അപ്പൊ ഞാൻ പറയാണ് ഫാത്തിമ അടിപൊളിയാണ്, ഫാത്തിമ നല്ല കുട്ടിയാണ് എന്ന് പറയുമ്പോ ആ പേഴ്സണാലിറ്റിക്കാണ് ഞാൻ എന്ത് പോയത്, എന്റെ പോസിറ്റീവ് സ്ട്രോക്ക് പോയത്. കാരണം ഫാത്തിമ മൊത്തം നല്ലതാണെന്നൊരു കാഴ്ചപ്പാട് ഞാൻ ഉണ്ടാക്കിയെടുത്തു. എന്നാല് ഇവ ഇടക്കിടക്ക് പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ ഉറങ്ങുകയാണ്. അപ്പൊ ഫാത്തിമനെ ക്ലാസ്സിൽ ഉറങ്ങുന്ന ഒരാളെ സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ ഫാത്തിമാനോട്, ഇജ് അന്നെ 5 പൈസക്ക് പറ്റൂല, ഇജ് ഫുൾ ഉറക്കാണ്, ഇജ് അന്നെ ഈ പരിപാടിക്ക് പറ്റൂല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അത് അവന്റെ പേഴ്സണാലിറ്റിക്കാണ് പോവുക, അല്ലെങ്കിൽ അവളുടെ പേഴ്സണാലിറ്റിക്കാണ് പോവുക. പക്ഷെ ഞാൻ എന്താ പറയുക വെച്ചാല്, ഫാത്തിമ നല്ല കുട്ടിയാണ്, പക്ഷെ ക്ലാസ്സിൽ ഉറങ്ങുന്ന ഈ പ്രവർത്തനം
പോരാ, അത് മാറ്റിയാൽ നന്നാവും. അപ്പൊ ഇവിടെ ഫാത്തിമന്റെ ഉറക്കം മോശമാണ്, ഫാത്തിമ നല്ലതാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ ഫാത്തിമക്ക് എന്ത് തോന്നും? ഞാനും കുഴപ്പമില്ല, പക്ഷെ ഈ ഉറക്കം എന്നുള്ള ശീലം മാറ്റിയാൽ ഞാനും അടിപൊളിയാകും എന്നൊരു കാഴ്ചപ്പാട് വരും. മനസ്സിലായോ? നല്ലോണം മനസ്സിലായി. നല്ലോണം മനസ്സിലായോ? അത്ര മനസ്സിലാവേണ്ട ആവശ്യമില്ല, കുറച്ച് മനസ്സിലായാൽ മതി. ഒരു കുട്ടി ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നേരത്തെ ഒരു കുട്ടി പറയേണ്ടത് ഇജ് ഭയങ്കര പങ്ക്ച്വലാണ്, അഥവാ നീ ഭയങ്കര പങ്ക്ച്വലാണ്. എന്നാൽ ലേറ്റ് ആയിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചാണ് നീ കുഴപ്പമൊന്നുമില്ല, നീ നല്ല കുട്ടിയെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ഈ വൈകി വരുന്ന സ്വഭാവം നീ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നുണ പറയുന്ന ആൾക്കാരോടൊക്കെ പറയാം, ബേസിക്കലി ഈ അടിപൊളി എനിക്കറിയാം, പക്ഷെ നുണ പറയുന്ന സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയാം. ഓക്കെ, അതിന് പകരം നമ്മൾ എന്ത് പറയും? എടാ നുണയാ എന്ന് വിളിക്കൂലേ? ഓക്കെ, അവിടെ വേറെ എന്തോ കേട്ടിനാ മതി, അത്രയും മതി. ദെൻ അപ്പൊ ഫീഡ്ബാക്ക് കൊടുക്കണമെന്നതാണ്. ദെൻ ഗോൾ സെറ്റിംഗ് ആണ് നെക്സ്റ്റ്. അഥവാ കുട്ടികൾക്ക് ഗോൾസ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യാ? എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാ? 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം? അവരുടെ ടാസ്ക് എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. അതെ, അവരുടെ ആറ്റിറ്റ്യൂഡ്, സ്കില്ലുകള്, പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം. പഠിച്ചിട്ട് അവരുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിനക്ക് ഉണ്ട്, നിനക്ക് എന്താവാൻ ആഗ്രഹം, അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക, പാരന്റ്സിനോട് സംസാരിക്കുക. എന്നിട്ട് നമുക്ക് തോന്നും ഈ കുട്ടിക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. ആ കുട്ടിക്ക് നമ്മളെ പൈലറ്റ് ആവണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. ഓക്കെ, പക്ഷെ അവനെ സംബന്ധിച്ച് അവന് ഫിസിക്സും മാത്സും ഉണ്ടാവണല്ലോ, ഈ അല്ലെ, പൈലറ്റ് ആവണമെങ്കിൽ ഫിസിക്സും മാത്സും നിർബന്ധമാണ്. സോ പക്ഷെ ആ സബ്ജക്റ്റിലും വീക്കാണ്, അപ്പം മൊത്തത്തിൽ പഠിക്കാൻ ആവറേജ് ആണ്. അപ്പം അവന് ശരിക്കും ആ ഒരു ലക്ഷ്യം വെച്ച് പോകുക എന്നുള്ളത് റിസ്ക് ആണ്. കാരണം അവൻ എക്കണോമിക്കലി വീട്ടിലത്ര സാമ്പത്തികം ഇല്ല, പക്ഷെ അവൻ ഇറങ്ങിയാൽ ഇതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ എന്ത് ചെയ്തു പറയാം, അവന്റെ ഒരു ഗോള് ഒന്ന് റീഡയറക്ട് ചെയ്ത് കൊടുത്തു. റൈറ്റ്, നമ്മൾ ഒരു ലക്ഷ്യം ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവന്റെ സ്കില്ലും അവന്റെ സ്കോറും അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കി നമ്മൾ അവനൊരു ഗോൾ സെറ്റ് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് പോയിന്റ്. 5, എൻഷൂറിങ് ആക്സസ് ടു ഓൾ അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെന്റ്. അഥവാ കുട്ടികൾക്ക് എൻഷുറിങ് സക്സസ് ടു ഓൾ, എല്ലാവർക്കും ഒരു വിജയം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശരിക്കും നമ്മള് ടീച്ചർമാരുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആണ്, നമ്മൾ ക്ലാസ്സിൽ ഭയങ്കര പഠിക്കുന്ന കുട്ടികൾ, ആക്റ്റീവായ കുട്ടികൾ, ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടാവും. ഓരെ കുറിച്ച് നമുക്കറിയാം, നമ്മളെ കുറിച്ച് ഓർക്കറിയാം. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ ഇങ്ങനെ വന്നു പോയ കുറച്ച് ആൾക്കാരുണ്ടാവും. ആക്റ്റീവായിട്ടും ഉണ്ടാവില്ല, പഠിക്കാൻ മുന്നിൽ വന്നിട്ടുണ്ടാവില്ല, വേറെ പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. സോ അവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനായി മാറാൻ നമുക്ക് പറ്റണം. ദെൻ കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ. കുട്ടികളിൽ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക, കോപ്പറേഷൻ അതൊക്കെ വളർത്തിയെടുക്കുക. ദെൻ പ്രൊഫഷണൽ കോമ്പറ്റൻസി, അവരൊക്കെ പ്രൊഫഷണലൈസ് ചെയ്യുക. അവരുടെ പ്രസന്റേഷൻ ആവട്ടെ, സംസാരം ആവട്ടെ, ഡ്രസ്സിങ് ആവട്ടെ, പഠനമാവട്ടെ, പരീക്ഷ എഴുതലാവട്ടെ, എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവണം. അതൊരു ടീച്ചറെ സംബന്ധിച്ച് തന്റെ സ്റ്റുഡൻസിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. 8, അവോയ്ഡ് എക്സസീവ് മോട്ടിവേഷൻ. അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്യേണ്ടതില്ല. ചില ആൾക്കാരുണ്ടാവും മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ മറിച്ചിടും, പക്ഷെ ഒന്നും നടത്തൂല, കുറേ മോട്ടിവേഷൻസ് ആയിരിക്കും. അങ്ങനെ ആവശ്യമില്ല. മിനിമം ഒരു ആവറേജ് സിനിമയിലില്ലേ, മറ്റേ വടക്കൻ സിനിമയില് മറ്റേ നിവിൻ പോളിനെ മോട്ടിവേറ്റ് ചെയ്ത് മറ്റേ ജോർഗീസിന്റെ റോളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ കാണാത്തതുകൊണ്ടേ എനിക്ക് അതിനെ അല്ല, അത് കുറിച്ച് ശരിക്ക് ഇതിന് പറ്റിയൊരു എക്സാമ്പിൾ ആണ്. അതെ, നീ പൊളി മാസാടാന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് എക്സസ് മോട്ടിവേഷൻ കൊണ്ടല്ലേ. ലാസ്റ്റ് ഇടങ്ങാറാക്കി. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു മോട്ടിവേറ്റിംഗ് ടീച്ചർ ആവാം? നേരത്തെ പറഞ്ഞ പോയിന്റ് ഒക്കെ ആയിട്ടുള്ളതന്നെ കേട്ടോ. ഈ പറഞ്ഞതൊക്കെ മോട്ടിവേറ്റിംഗ് ടീച്ചർ ആവാനുള്ള സ്കില്ലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ബാക്കിയാണ് ഹൗ ക്യാൻ ബി എ മോട്ടിവേറ്റിംഗ് ടീച്ചർ. ഒന്ന്, വെൽ സ്ട്രക്ചേർഡ് ടീച്ചിങ്. അടിപൊളിയായിട്ട് പഠിപ്പിക്കണം. നമ്മള് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് പോകണം. 2, ഇൻക്രീസ്ഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേണേഴ്സ്. കുട്ടികൾക്ക് പറയാനും ചോദിക്കാനും ഷെയർ ചെയ്യാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കണം. 3, വാംത്ത് ആൻഡ് എന്തൂസിയാസം ഓഫ് ദ ടീച്ചർ ഈസ് അപ്രീസിയേഷൻ ഓഫ് സ്റ്റുഡൻസ് എഫേർട്ട്. അഥവാ കുട്ടികളുടെ എഫേർട്ടിനെ അപ്രീസിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ കുറച്ചു മുമ്പ് ഇന്നെ ഒരു ഉദാഹരണം പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത ആളോട് നിന്റെ സപ്പോർട്ട് നന്ദി എന്ന് പറഞ്ഞു. ഞാൻ അവരെ അംഗീകരിക്കുകയാണ് ആക്ച്വലി ആ ചെയ്തത്. കാരണം അവര് എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാണ്. ദാറ്റ് ഈസ്
ഗുഡ് ഹാബിറ്റ് ഓഫ് സ്റ്റുഡൻസ്. സോ അതേപോലെ നമുക്ക് മുന്നിൽ വരുന്ന പെർഫോമൻസിനെ അംഗീകരിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആൻഡ് സെറ്റിംഗ് ക്ലിയർ കട്ട് ഗോൾസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. എന്താണ് എൻ്റെ ഒരു ക്ലാസ്സിൽ പോയാൽ കുട്ടിക്ക് കിട്ടേണ്ടത്, എന്തൊക്കെ കുട്ടി കിട്ടണം, എന്ത് കുട്ടി ഏബിൾ ആവണം എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ മേക്ക് ഗുഡ് റാപ്പോ വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളുമായി നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യണം, നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. 5 യൂസ് വോയിസ് മോഡുലേഷൻ, ഡെമോൺസ്ട്രേഷൻ, ജസ്റ്റേഴ്സ്, ഇല്ലുസ്ട്രേഷൻ എക്സെട്ര. വോയിസ് മോഡുലേഷൻ ടീച്ചർ സംബന്ധിച്ച ഒരു സ്കില്ലാണ് വോയിസ് മോഡുലേഷൻ. അഥവാ നമ്മളിപ്പോ കുറച്ച് ഗൗരവങ്ങൾ പറയുമ്പോൾ കുറച്ച് കട്ടികൂട്ടി പറയാ, അല്ലെങ്കിൽ കവിത ചൊല്ലുമ്പോൾ കവിത രൂപത്തിൽ ചൊല്ലുക, ചിലപ്പോൾ റിക്വസ്റ്റ് ആണെങ്കിൽ ആ രൂപത്തിൽ പറയാ. വോയിസ് മോഡുലേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ടീച്ചർ ചെയ്ത് കാണിച്ചു കൊടുക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ജസ്റ്റേഴ്സ്, നമ്മുടെ ആംഗ്യഭാഷ, ശരീരം, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്നാണ് പറയാ. നമ്മുടെ ശരീരം മൊത്തം ടീച്ചിങ് എയ്ഡാണ്. ഒരു ടീച്ചറുടെ ശരീരം മൊത്തം ടീച്ചിങ് എയ്ഡാണ്. ശരീരം മൊത്തം ഉപയോഗിക്കുക. ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷന്, കൈ, ഹാൻഡിന്റെ അഥവാ ജസ്റ്റേഴ്സ് എന്ന് പറയും മൊത്തത്തില്, കൈ കാലുകളുടെ പ്രവർത്തനങ്ങളൊക്കെ. ദെൻ ഇല്ലുസ്ട്രേഷൻ, ദാറ്റ് മീൻസ് എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക്. ഇപ്പൊ നേരത്തെ ഫാത്തിമ വെച്ചില്ല, ഒരു ഉദാഹരണം പറഞ്ഞു, ഉദാഹരണം സഹിതം പറയൂ എന്ന് പറയില്ലേ. സോ ലൈക്ക് ദാറ്റ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ദെൻ 7 കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ ഇടണം എന്നുള്ളതാണ്. നമ്മൾ ഇട്ട പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല അല്ലെ, ഞാൻ ഇടയ്ക്ക് മറന്നു പോകണതാണ്. ഇടയ്ക്ക് അത് അതിന്റെ ഒരു ഇത് വിട്ടുപോയി, കാരണം അത് എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സോ ഇന്റേണൽ അസസ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തുക. അസസ്മെന്റ് നടത്താൻ പരീക്ഷ നടത്തണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരോട് പ്രസന്റ് ചെയ്യാൻ പറയാ, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയാ. ഇങ്ങനെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട് ഇന്റേണൽ അസസ്മെന്റിനുള്ള. അതൊക്കെ ചെയ്താൽ വി ക്യാൻ ബി എ മോട്ടിവേറ്റിംഗ് ടീച്ചർ ആൻഡ് എ ക്രിയേറ്റീവ് ടീച്ചർ. ഇത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ലേണിങ്ങിനെ കുറിച്ച് പഠിക്കാനാണ്. അഥവാ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലേണിംഗ്, ഡെഫിനേഷൻ ഓഫ് ലേണിംഗ്. നമ്മൾ ആ ഒരു മേക്കിംഗ് പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഞാൻ റിപ്പീറ്റിംഗ് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം അത് ഓൾറെഡി പഠിച്ച പോയിന്റ് ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോണേ ഉള്ളൂ. ഒന്ന് നാച്ചർ ഓഫ് ലേണിംഗ് ആണ്, നമ്മുടെ പഠനത്തിന്റെ ഒരു നാച്ചർ. ഇതൊക്കെ പറഞ്ഞതാണ്, പഠിച്ചതാണ്. യൂണിവേഴ്സൽ ആണ്, കണ്ടിന്യൂസ് ആണ്, ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, അതോ കുട്ടികളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. പർപ്പസീവ് ആണ്, നമുക്ക് കൃത്യമായ പർപ്പസുകൾ ഉണ്ടാവും. ദെൻ മൾട്ടിപ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ്, വ്യത്യസ്തമായ ലേണിംഗ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ഉണ്ട്. റിലേറ്റഡ് ഓർ കണക്റ്റഡ് വിത്ത് എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളുമായി കണക്റ്റഡ് ആയ ഒന്നാണ് ലേണിംഗ്. ഇത് മുന്നേ പഠിച്ചതായതുകൊണ്ട് ഞാൻ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, പഠിച്ചതല്ലേ ഇതൊക്കെ? പഠിച്ചോൾക്ക് പഠിച്ചതാണെന്ന് പറയാൻ പറ്റും, അല്ലാത്തോലിപ്പോ തന്നെ പഠിച്ചോ, എന്ന്, എപ്പോ, എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇതും പഠിച്ചതാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്, അഥവാ എന്തൊക്കെ ഘടകങ്ങൾ പഠനത്തെ സ്വാധീനിക്കാം. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ പഠനം നടക്കൂല. നീഡ്, പഠിക്കണം എന്ന് അവന് ആഗ്രഹം വേണം, ഇല്ലെങ്കിൽ പഠനം നടക്കൂല. മെച്ചുറേഷൻ, അഥവാ മെച്യൂരിറ്റി ഇല്ലാതെ പഠനം നടക്കൂല. ഫീഡ്ബാക്ക് നിർബന്ധമാണ്. ദ ലെവൽ ഓഫ് ഇന്റലിജൻസ്, ബുദ്ധി നിർബന്ധമാണ്. അറ്റൻഷൻ, കുട്ടി ശ്രദ്ധിക്കണം. യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ്സ് നിർബന്ധമായി ഉപയോഗിക്കണം. ലേണിംഗ് സ്യൂട്ട്സ് വൺസ് ആപ്റ്റിറ്റ്യൂഡ്, ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച്, അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കണം. ദെൻ ഗൈഡൻസ് കിട്ടണം. ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് പോസിറ്റീവ് ലേണിംഗ്, അഥവാ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റിംഗ് ആൻഡ് പോസിറ്റീവ് ലേണിംഗിനെ കൊണ്ടുപോകണം. ഇഫക്റ്റീവ് പ്രാക്ടീസ് ഓഫ് ലേണിംഗ്, കുട്ടികൾക്ക് പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുക്കണം. ദെൻ പെർസെപ്ച്വൽ ഓർ മീനിങ് ഫുൾ ലേണിംഗ്, കുട്ടികൾ എന്ത് പഠിക്കണോ അത് എന്തിനു പഠിക്കണോ എന്ന് കൃത്യമായി കുട്ടികൾക്ക് അറിയണം. പ്രസന്റ് നോളജ് വിത്ത് പാസ്റ്റ് നോളജ്, അഥവാ പഴയ നോളജിൽ നിന്ന് പുതിയ നോളജ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ദെൻ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം, ഇടയ്ക്ക് ഓരോന്ന് എന്ത് ചെയ്യണം, പണിഷ്മെന്റ് കൊടുക്കണം. പണിഷ്മെന്റ് കൊടുക്കാത്ത ടീച്ചർമാരുണ്ടോ ഈ ഒരു കേൾക്കുന്ന ടീച്ചർമാരിൽ ആരെങ്കിലും? പണിഷ്മെന്റ് കൊടുക്കാത്തവരുണ്ടോ? ഇല്ല. പണിഷ്മെന്റ് കിട്ടാത്ത ആളുകളുണ്ടോ? അപ്പൊ നമുക്ക് 10-15 ആള് എനിക്ക് പണിഷ്മെന്റ് കിട്ടാത്തുണ്ടോ? ആരെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയിട്ടുണ്ടോ? അതേ കിട്ടുള്ളൂ. അതേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എഴുതിയ ഏറ്റവും വലിയൊരു ഇമ്പോസിഷൻ എത്ര പ്രാവശ്യം, എനിക്ക് എത്ര വലുതായിരുന്നു, അങ്ങനെ വല്ല ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇമ്പോസിഷൻ എഴുതിയുമായി എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? ജനഗണമന 50 തവണ എഴുതിയിട്ടുണ്ട് ഞാന്.
50 തവണ ജനഗണമന. ഓക്കെ, വേറെ ആരാ? ഇതൊക്കെ ഇത് റെക്കോർഡ് ക്ലാസ് ഞങ്ങൾ തുറന്നു പറയാൻ ആർക്കെങ്കിലും മടിയുണ്ടോ? ഓർമ്മയില്ല, അതാണ്. അങ്ങനെ ഇമ്പോസിഷൻ ആയിട്ട് അങ്ങനെ കുറവാണെന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെയോ പണിഷ്മെന്റ്. ഇമ്പോസിഷൻ കുറവാണല്ലേ. ഞാന് സൈലൻസ് ഈസ് ഗോൾഡൻ സ്പീച്ച് സിൽവർ എന്നുള്ള കോട്ട 1000 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിൽ ഒരിക്കൽ ഉറങ്ങിയപ്പോ സൈഡിൽ നിൽപ്പിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാനും സൈലന്റ് ആവാത്തോണ്ട് അന്ന് ജനഗണമനക്ക് സൗണ്ട് ഇട്ടേണ്ട കിട്ടി. ഓക്കെ. അപ്പൊ അങ്ങനെ പഴയ കാലത്ത് അതൊക്കെ എപ്പോ നോക്കുമ്പോ രസമായിരിക്കും. പക്ഷെ ആ മിസ്സിന്റെ ക്ലാസ്സിൽ എനിക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ട്. സ്കോർ വാങ്ങിച്ചിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. ഞാൻ അങ്ങോട്ട് മത്സരിച്ചു. അപ്പൊ പണിഷ്മെന്റ് ഇടക്ക് കൊടുക്കണം തന്നെയാണോ സൈക്കോളജി പറയണത്? തീരെ കൊടുക്കണ്ടെന്നല്ല. ഓക്കെ, നമ്മളിങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു അവസാന ഭാഗത്തേക്ക് നീങ്ങാണ് കേട്ടോ. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിച്ച ഭാഗങ്ങൾ ഇതൊക്കെയായിരുന്നു. ലേണിംഗ് തിയറീസിന്റെ ഒരു തുടക്കം, ദെൻ 2 മേജർ ലേണിംഗ് തിയറീസ്. ഞാനിപ്പോ നിർത്തി ഇത് മുന്നോട്ട് പറയുന്നില്ല, കാരണം ഇപ്പോൾ സമയം കുറെ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ഇതുകൂടി പറഞ്ഞു നിർത്താം അല്ലെ. ഏതായാലും 2 സൈഡേ ഉള്ളൂ. പിന്നെ നമ്മളില്ലേ ലേണിംഗ് തിയറീസിന്റെ ഒരു വലിയ ലോകത്തേക്ക് പോകാൻ പോവാണ്. അതിന് മുമ്പ് ലേണിംഗ് തിയറീസ് ഇൻട്രോ ആണത്. ചില സൈക്കോളജിസ്റ്റുകൾ ഒബ്സർവ്ഡ് ഡിഫറെന്റ് ലേണിംഗ് സിറ്റുവേഷൻസ്, അവര് ഒരുപാട് പഠന രീതികള്, പഠിക്കുന്ന സിറ്റുവേഷൻസ്, ഇതിനെ കുറിച്ചൊക്കെ അവർ പഠനം നടത്തി. ഓക്കെ, എന്നിട്ട് സ്റ്റഡീഡ് ദ നാച്ചർ ഓഫ് ദ ലേണിംഗ് പ്രോസസ്, ആ പഠിക്കുന്ന രീതികളെ കുറിച്ച് പോലും പഠിച്ച് എന്നിട്ട് അവർ തിയറി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ദ ഹോൾ ഡിഫറെന്റ് വ്യൂസ്. അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ പഠനം എങ്ങനെ നടക്കുന്നു, എങ്ങനെ പഠനം നടക്കൂല, ആർക്ക് എപ്പോ എങ്ങനെ പഠനം നടക്കും എന്നതിനെ കുറിച്ചൊക്കെ അവർ ഒബ്സർവ് ചെയ്ത് അവർ സ്റ്റഡി നടത്തി അവർ ചില എന്താ പറയാ അസംഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവരുടെ തിയറി അവർ കോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ലേണിംഗ് പ്രോസസ് ആസ് തിയറി ഓഫ് ലേണിംഗ്. അങ്ങനെ ഈ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അവർ ഒബ്സർവ് ചെയ്ത് സ്റ്റഡി നടത്തിയ കാര്യങ്ങൾ വെച്ച് അവരുണ്ടാക്കിയ തിയറീസ് ആണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തം ലേണിംഗ് തിയറീസിനെ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അസോസിയേഷൻ തിയറി, 2 ഫീൽഡ് ഓർ കൊഗ്നിറ്റീവ് തിയറി. ഓക്കെ, അപ്പൊ ഒന്ന് അസോസിയേഷൻ തിയറിയിൽ തൊണ്ടേക്കിന്റെ തിയറി ഉണ്ട്, പാവ്ലോവിന്റെ തൊണ്ടേക്കിന്റെ കണക്ഷനിസം, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറുടെ ഓപ്പറൻ കണ്ടീഷനിങ്, ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറി. ഇതില് തൊണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നറൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു, ഹള്ളിന്റെ ഇത് ഉണ്ടായിരുന്നില്ല. ദെൻ ഫീൽഡ് ഓഫ് കൊഗ്നിറ്റീവ് തിയറിയിൽ ജസ്റ്റാൾട്ടിന്റെ തിയറി ഓഫ് കോളർ, ജസ്റ്റാൾട്ട് തിയറി ഉണ്ട്. മുന്നേ ഒന്നിങ്ങനെ ജസ്റ്റാൾട്ടിൽ ഇങ്ങനെ പഠിച്ചു വന്നതാണ്. ദെൻ ടോപ്പോളജിക്കൽ തിയറി ഓഫ് കേർട്ട് ലെവിൻ, അതുപോലെ തന്നെ സൈൻ ജസ്റ്റാൾട്ട് തിയറി ഓഫ് ടോൾമാൻ. അങ്ങനെ ഒരു 3 തിയറികൾ കൊഗ്നിറ്റീവ് തിയറിന്റെ ഭാഗമായിട്ടും ഉണ്ട് എന്നാണ് പഠിക്കുന്നത്. ഇതിന് ഇങ്ങനെ ഓരോന്നിങ്ങനെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് ശരിക്കും മൊത്തത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്നുള്ള ഐഡിയ ഉണ്ടോ? മോട്ടിവേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിച്ചത് അല്ലെ. അതില് മീനിങ്, ഡെഫിനിഷൻ ഓഫ് മോട്ടിവേഷൻ പഠിച്ചു. മോട്ടിവേഷന്റെ ഡെഫിനിഷൻസ് പ്രത്യേകം തന്നെ പഠിക്കുന്നുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ, കൈൻഡ്സ് ഓഫ് മോട്ടീവ്സ് ഓർ മോട്ടിവേഷൻ, തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഏതൊക്കെ തിയറി എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഡീറ്റെയിൽ പഠിച്ചിട്ടില്ല. ദെൻ മാസ്ലോന്റെ തിയറിയാണ് കാര്യമായിട്ട് ഇതിൽ നോക്കിയത്. അദ്ദേഹത്തിന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ള ഒരു തിയറിയാണ്. അതിലൊരു 6-7ഓളം നീഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്താ എന്നുള്ളത് നോക്കി. ദെൻ ജസ്റ്റ് ഒരു ഡെഫിഷ്യൻസി നീഡ്, ഗ്രോത്ത് നീഡ്, അങ്ങനെ രണ്ടും തമ്മിലൊരു ഡിഫറൻഷിയേഷൻ. ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷന്റെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാ. ഇതിന് ജസ്റ്റ് ആസ്പിറേഷന്റെ ഒരു ചെറിയ ടോപ്പിക്, ടൈപ്സ് ഓഫ്, പിന്നെ നേരെ എന്ത് ചെയ്തു, ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതിന് മെറിറ്റ് ലിമിറ്റേഷൻ വളരെ കുറച്ച് മാത്രം. അവിടുന്ന് പിന്നെ മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് ആണ്, എങ്ങനെ ക്ലാസ് റൂമിൽ മോട്ടിവേഷൻ കൊടുക്കാം അതിനെ കുറിച്ച് പറഞ്ഞു. ദെൻ എങ്ങനെ ഒരു മോട്ടിവേറ്റിംഗ് ടീച്ചർ ആവാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ലേണിംഗ് പോയി, അവിടെ മോട്ടിവേഷന്റെ സ്ലൈഡ് അവിടെ കഴിഞ്ഞു. ദെൻ ലേണിംഗിലേക്ക് പോയി. ലേണിംഗിൽ എന്താണ് ലേണിംഗ് ഡെഫിനിഷനും മീനിങ് പഠിക്കാണ്ട്, അത് ഓൾറെഡി പഠിച്ചതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. ദെൻ നാച്ചർ ഓഫ് ലേണിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് 6 പോയിന്റ്സ് കണ്ടു. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, ഒരു 14 ഫാക്ടേഴ്സ് കൂടെ കണ്ടു. ഇതൊക്കെ മുന്നേ പഠിച്ച പോയിന്റുകളാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ലേണിംഗ് തിയറീസ് എന്നുള്ള പുതിയ ടോപ്പിക്കിലേക്ക് കടന്നു.
ഇവിടെ അത് രണ്ട് തരമുണ്ട്, അസോസിയേഷൻ തിയറിയും ഫീൽഡ് ഓർ കോഗ്നിറ്റീവ് തിയറീസും ഉണ്ട് എന്ന് മാത്രം പഠിച്ചു. അതിന് കീഴിൽ കുറച്ച് തിയറികളുടെ പേരും മാത്രം പഠിച്ചു. നമ്മുടെ ക്ലാസ് അവിടെ അവസാനിപ്പിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്ത ഭാഗങ്ങൾ. അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നു നമ്മളെന്ന ക്ലാസ് റെക്കോർഡ് ആയിട്ടില്ല. നമ്മൾ ബാക്കിൽ പോയപ്പോ ആ റെക്കോർഡിങ് പോയോ എന്നൊരു സംശയമുണ്ട്. അല്ലല്ലോ, സിമ്പിൾ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ റെക്കോർഡിങ് കാണിക്കുന്നുണ്ടോ? റെഡ് സിമ്പിൾ കാണിക്കുന്നുണ്ട്. റെഡ് സിമ്പിൾ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ റെഡ് സിമ്പിള് ഓക്കെ, സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇത്രയും നമ്മള് മോട്ടിവേഷനും ലേണിംഗും ആണ്. അപ്പം ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരൊറ്റ സെന്റൻസ് ആണ്, ബി എ ഗുഡ് മോട്ടിവേറ്റർ. നമ്മൾ ഒരുപാട് അറിവല്ല കൊടുക്കേണ്ടത്, കുറച്ച് അറിവും കുറെ മോട്ടിവേഷനും കൊടുത്താൽ അവരെന്ത് ചെയ്യും? അവർ നമ്മുടെ പിന്നാലെ വരും, അല്ലെങ്കിൽ അവർ ഇഷ്ടം പോലെ അത് പഠിച്ചെടുക്കും. റൈറ്റ്. സോ കുറെ അറിവ് കൊടുത്ത് ഒരു മോട്ടിവേഷൻ കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അവർക്കത് പഠനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. സോ നോളജിനോട് കൂടെ, കോണ്ടന്റ് നോളജിനോട് കൂടെ we should provide motivation. So be a good motivator. Thank you.